നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നും ഒരു വാസ്തുശാസ്ത്രപരമായിട്ടുള്ള വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. വാസ്തുശാസ്ത്രം നമ്മളുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. വാസ്തു അനുകൂലമായാൽ 90% നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വാസ്തുശാസ്ത്രത്തിലെ ചില നുറുങ്ങുകളൊക്കെ നിങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വാസ്തുശാസ്ത്ര നുറുങ്ങിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ പറയുന്നത് ദിക്കുകളും വാസ്തുശാസ്ത്രവുമാണ്. കോൺ തിരിഞ്ഞ വീടുകളും മറ്റും നിർമ്മിക്കുമ്പോൾ അത് പിന്നീട് ഉണ്ടാകുന്ന അനർത്ഥങ്ങളെ ആരും ഗൗനിക്കാറില്ല. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് വാസ്തുശാസ്ത്രത്തിന്റെ വിരുദ്ധത അവർക്ക് മനസ്സിലാകുകയും പിന്നീട് അതിന് മാറ്റങ്ങൾ വരുത്തി പരിഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടാകുകയും ഒക്കെ ചെയ്യുന്നു. അത് അവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നു. നിരവധിയായിട്ടുള്ള അത്തരം അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കുന്നത്. കോൺ തിരിഞ്ഞ വീടുകളിൽ ദിക്ക് കൃത്യമല്ലാതെ വീടുകൾ വയ്ക്കുന്നത് അശുഭമാണ്. അത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നമുക്ക് ആ കാര്യത്തെ ഒന്ന് പരിശോധിക്കാം. ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലൂടെ മുമ്പോട്ട് പോകാം. വാസ്തുശാസ്ത്രത്തിന് അനുകൂലമായിട്ട് ഒരു ഗ്രഹം നിർമ്മിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദിക്കിനനുസരിച്ച് ഗ്രഹം നിർമ്മിക്കുക എന്നുള്ളതാണ്. 4 പ്രധാനമായിട്ടുള്ള ദിക്കുകളുണ്ട്: കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ ദിക്കുകൾ. ഇതിലേതെങ്കിലും ഒരു ദിക്കിന് അഭിമുഖമായിട്ട് വീട് തെരഞ്ഞെടുത്ത് നിർമ്മിക്കുകയാണെങ്കിൽ അത് ആ വീട്ടിലുള്ളവർക്ക് ഐശ്വര്യത്തെ നൽകും. അതേപോലെ തന്നെ വലിയ പ്ലോട്ടുകളൊക്കെ ചെറിയ പ്ലോട്ടുകളാക്കി തിരിച്ച് ഇടയ്ക്കൊക്കെ വഴിയും ഒക്കെ ഇട്ട് അതിൽ വീടുകൾ വയ്ക്കുമ്പോൾ വഴിക്കും ദിക്കിനും അനുസരിച്ചുള്ള ഗ്രഹം വയ്ക്കുന്നത് ആ വീട്ടിലുള്ളവർക്ക്, അന്തേവാസികൾക്ക് ഐശ്വര്യത്തെ നൽകും. ദിക്കിന് സമാന്തരമായിട്ട് വേണം വീട് വയ്ക്കാൻ. അതേസമയം തന്നെ വഴിയുടെ സ്ഥിതിയും ദിക്കിനനുസരിച്ച് പ്രാധാന്യം കൊടുക്കണം. ഗ്രഹത്തിന്റെ ദർശനത്തെ പറ്റി പറയുമ്പോൾ ആദ്യം ദിക്കുകളെയാണ് നാം ചിന്തിക്കേണ്ടത്. ഭൂമിയിൽ 8 ദിക്കുകളുണ്ട്: കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് എന്നീ ഇങ്ങനെ 8 ദിക്കുകൾ. അതിൽ വീട് വയ്ക്കാൻ അനുകൂലമായിട്ടുള്ളത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ പ്രധാന ദിക്കുകളാണ്. കോൺ ദിക്കുകൾ ഒരിക്കലും ഗ്രഹം നിർമ്മിക്കുവാനായിട്ട് പാടില്ല. അത് അനർത്ഥങ്ങൾ സൃഷ്ടിക്കും. ഈ പ്രധാന ദിക്കുകളെ മഹാദിക്കുകൾ എന്ന് പറയും. തെക്ക് കിഴക്ക് കോൺ ദിക്ക്, തെക്ക് പടിഞ്ഞാറേ കോൺ ദിക്ക്, വടക്ക് പടിഞ്ഞാറേ കോൺ ദിക്ക്, വടക്ക് കിഴക്കേ കോൺ ദിക്ക്, ഇതൊക്കെ കോൺ ദിക്കുകൾ എന്നാണ് പറയുന്നത്. അതായത് വിദിക്കുകൾ എന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള ദിക്കിലേക്ക് അഭിമുഖമായിട്ട് ഒരു ഗ്രഹം നിർമ്മിക്കുമ്പോൾ അത് ദോഷകരമായിട്ട് അന്തേവാസികളെ ബാധിക്കാം. ഊർജത്തിന് വിപരീതമാണ് എന്നുള്ളത് തന്നെ ആ വീട്ടിൽ അന്തേവാസികൾക്ക് അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അത്തരത്തിലുള്ള ഗൃഹത്തിൽ താമസിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതല്ല, അത് വാസയോഗ്യമല്ല എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഗൃഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായിട്ടുള്ള ദിശകളിലേക്ക് തന്നെ വീട് വയ്ക്കേണ്ടതാണ്. ചില വഴികളൊക്കെ വിധിക്കായിട്ടുള്ളത് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ വീട് വയ്ക്കുമ്പോൾ വഴിക്ക് സമാന്തരമായിട്ട് എലവേഷൻ വരുന്ന രീതിയിൽ കോൺ ദിക്കുകളിലേക്ക് വീട് തിരിച്ചു വെച്ചുകൊണ്ട് ഭംഗി മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ കാലത്ത് ഗൃഹം നിർമ്മിക്കാറുണ്ട്. അതൊക്കെ പിന്നീട് ദോഷകരമായിട്ട് ബാധിക്കും. അതൊന്നും പാടില്ലാത്തതാണ്. ഒരു വീടെന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. വീട് പണിതതിനു ശേഷം ഭംഗിയിലല്ല കാര്യം, അതിൽ താമസിക്കുന്നവർക്ക് ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ ലഭിക്കണമെങ്കിൽ വാസ്തുശാസ്ത്ര നിയമങ്ങൾ വളരെ പ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇത് നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിധിക്കിൽ വെച്ച വീടുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഭാഗ്യദോഷത്തിന്റെയും അതുവഴിയുള്ള അവരുടെ ജീവിതത്തെയും അത് സാരമായി ബാധിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം നിങ്ങളിലേക്ക് പ്രത്യേകമായി എടുത്ത് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പ്രയോജനകരമാകും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക, അല്ലാത്ത പക്ഷം തള്ളിക്കളഞ്ഞ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് പോകുക. ഇന്നത്തെ വിഷയം പഞ്ചശിരസും വാസ്തുബലിയുമാണ്. ഇതിനെക്കുറിച്ച് അറിയേണ്ട വിഷയങ്ങളെല്ലാം നമുക്കൊന്ന് പ്രതിപാദിക്കാം. വീഡിയോയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പഞ്ചശിരസിനെ കുറിച്ചും വാസ്തുബലിയെ കുറിച്ചും അറിയേണ്ട കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. പുതിയ വീടായാലും പഴയ വീടാണെങ്കിലും വാസ്തു അനുകൂലമാക്കി കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക്
സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുകയുള്ളൂ. വാസ്തുശാസ്ത്രപ്രകാരം വാസ്തുദോഷങ്ങൾ ഇല്ലാതാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവാണ് പഞ്ചശിരസ് എന്നത്. പഞ്ചശിരസ് വാസ്തുദോഷം തീർക്കുമെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ഇന്ന് അതിന്റെ വിഷയങ്ങളാണ് പരിശോധിക്കേണ്ടത്. കോടികളൊക്കെ മുടക്കി വീട് പണിതതിനു ശേഷവും അതിനകത്ത് സന്തോഷവും സമാധാനവും ലഭിക്കുന്നില്ല എങ്കിൽ ആ വീട് പണിതതിന്റെ പ്രയോജനം നമുക്ക് ലഭിക്കാതെ വരുന്നു. ഗൃഹം നിർമ്മിക്കുക എന്ന് പറയുന്നത് കുടിലാണെങ്കിലും സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്. വാസ്തുദോഷം മൂലം അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. വാസ്തുദോഷങ്ങളെല്ലാം ഇല്ലാതാക്കി ഒരു വീടിനെ സ്വപ്ന ഭവനമാക്കി മാറ്റാൻ ഉപായങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ നിരവധിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് പഞ്ചശിരസ്. ഒരു ഗ്രഹം നാം നിർമ്മിക്കുമ്പോൾ അതിൽ നാം അറിഞ്ഞോ അറിയാതെയൊക്കെ നിരവധിയായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടായേക്കാം, മർമ്മവേദവും മറ്റും സംഭവിച്ചേക്കാം. അതിനൊക്കെ പരിഹാരമായിട്ട് ഗ്രഹത്തിൽ സ്ഥാപിക്കാവുന്നതാണ് പഞ്ചശിരസ്. പഞ്ചശിരസ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായിട്ട് വാസ്തുബലി ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് എല്ലാ വിധത്തിലുള്ള വാസ്തുദോഷങ്ങളെ ഇല്ലാതാക്കും. മർമ്മവേദങ്ങളും പ്രകൃതിയുമായിട്ട് സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനുമൊക്കെ നമുക്ക് പഞ്ചശിരസ് ഉപയോഗിക്കാം. എന്നാൽ പഞ്ചശിരസ് ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവട താല്പര്യങ്ങൾ നിരവധിയാണ്. ആ കച്ചവട താല്പര്യങ്ങളിൽ വീഴാതിരിക്കുക. നമുക്ക് അതൊക്കെ ഒന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. പൂജാവിധികൾ വശമുള്ള ഒരാള് വാസ്തുബലി നടത്തിയതിനു ശേഷമാണ് ആ വാസ്തുബലിയിൽ പൂജിച്ച പഞ്ചശിരസാണ് ഗൃഹത്തിൽ സ്ഥാപിക്കേണ്ടത്. എന്നാൽ ശാസ്ത്രീയമായി പറയുമ്പോൾ ചെമ്പ് പേടകം അടങ്ങുന്ന പഞ്ചശിരസ് പൂജിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെയും നമുക്ക് ഉപയോഗിക്കാം. അത് ഭൂമിയുടെ ഊർജവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. പൂജ ചെയ്യുമ്പോൾ നമ്മളുടെ വിശ്വാസത്തെയും ആത്മീയതയും ഒക്കെ കൂട്ടിയേർത്ത് വാസ്തുശാസ്ത്രത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നു, ഒന്നുകൂടി പ്രയോജനം ലഭിക്കുന്നു എന്ന് മാത്രം. ആന, ആമ, സിംഹം, പന്നി, പോത്ത് എന്നീ 5 മൃഗങ്ങളുടെ ശിരസ് ചെമ്പ് പാളിയിൽ പതിപ്പിച്ച് അതൊരു ചെമ്പ് പേടകത്തിലാക്കി പ്രധാന വാതിലിന്റെ അടിയിൽ കുഴിച്ചിട്ടുകൊണ്ടാണ് വാസ്തുശിരസ് സ്ഥാപിക്കുന്നത്. ആന, ആമ, സിംഹം, പന്നി, പോത്ത് എന്നീ മൃഗങ്ങളുടെ ശിരസ് ഓരോ ദിക്കിലുമായിട്ട് വരേണ്ടതാണ്. മധ്യഭാഗത്തായിട്ട് ആമയും. ഇപ്രകാരം ചെമ്പിൽ തീർത്ത പഞ്ചശിരസ് ചെമ്പ് പേടകത്തിലോ അല്ലെങ്കിൽ ചന്ദന പേടകത്തിലോ ഒക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് കച്ചവട താല്പര്യങ്ങൾ മുൻനിർത്തി അത് സ്വർണത്തിലും പഞ്ചലോഹത്തിലുമൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നവരുണ്ട്. എന്നാൽ അത് ചെമ്പിൽ തന്നെയാണ് തീർക്കേണ്ടത്. ചെമ്പിൽ തീർക്കണം എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത്. മറിച്ച് ഈ അടുത്ത കാലത്തായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പഞ്ചലോഹങ്ങളിലും സ്വർണത്തിലുമൊക്കെ അത് കച്ചവടം ചെയ്യുന്നുണ്ട്. അതിലൊക്കെ കൂടുതൽ ലാഭകരം ആക്കുവാൻ വേണ്ടിയിട്ട് കച്ചവടക്കാരുടെ ഒരു തന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ, ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ പഞ്ചലോഹത്തിലോ സ്വർണത്തിലോ അല്ല, ചെമ്പിൽ തന്നെ തീർത്ത പഞ്ചശിരസാണ് സ്ഥാപിക്കേണ്ടത്. കതകിന്റെ മുകളിലോ കട്ടളപ്പടിയിലോ ഒക്കെ ആയി വെക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ ഭൂമിയിൽ, കട്ടളപ്പടിയുടെ അടിയിൽ ഭൂമിയിൽ തന്നെയാണ് ഇത് പഞ്ചശിരസ് സ്ഥാപിക്കേണ്ടത്. വീടിന്റെ കണക്കുകളും മർമ്മ വേദദോഷങ്ങളും ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രയോജനം. അങ്ങനെ വരുമ്പോൾ ആ ഗ്രഹത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ പ്രധാന മുറിയിൽ കുഴിയെടുത്ത് ഭൂമിയിൽ ഇത് സ്ഥാപിക്കുന്നതും കണ്ടിട്ടുണ്ട്. പഞ്ചശിരസ് 5 സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിക്കുന്നതും ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകമായി ചെയ്യാറുണ്ട്. അതായത് 5 ദിക്കിലുമായിട്ട് 5 മൃഗങ്ങളുടെ ശിരസ് വയ്ക്കുകയും, അതായത് ഗൃഹത്തിന്റെ മധ്യഭാഗത്ത് ആമയുടെ ശിരസ് വയ്ക്കുകയും ചെയ്യുന്നതും ചില സ്ഥലങ്ങളിലെ പ്രത്യേകതയാണ്. എന്നാൽ ഇതെല്ലാം ഒരു ചെമ്പ് പേടകത്തിലാക്കി പ്രധാന കട്ടളയുടെ അടിഭാഗത്ത് സമർപ്പിക്കുക എന്നുള്ളതാണ് ഭൂരിപക്ഷ സമ്പ്രദായം. ദിക്ക് ക്രമീകരിക്കുമ്പോൾ കിഴക്ക് ആനയുടെ തല, പടിഞ്ഞാറ് സിംഹം, തെക്ക് വശത്ത് പോത്ത്, വടക്ക് വശത്ത് പന്നി, നടുക്ക് ആമയുടെ ശിരസ് എന്നിങ്ങനെയാണ് സ്ഥാപിക്കേണ്ടത്. വീടിനെ ബാധിക്കുന്ന സകല ദോഷങ്ങളും ഇതിലൂടെ ഇല്ലാതാകുകയും അപ്രിയ സംസാരങ്ങൾക്കും കലഹത്തിനും ശമനമുണ്ടാകുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. എല്ലാവരെയും വിശ്വാസം രക്ഷിക്കട്ടെ. പഞ്ചശിരസിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. അത് ഭൂമിയുടെ ഊർജത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. കട്ടളപ്പടിയുടെ മുകൾ ഭാഗത്തും വലത്തെ കട്ടളപ്പടിയോട് ചേർന്ന് ഭിത്തിയിലും ഒക്കെ സ്ഥാപിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ അതൊക്കെ തെറ്റാണ്. ഭൂമിയുമായിട്ട് ബന്ധം വരണം. വലത്തെ കട്ടളപ്പടിയുടെ ഏകദേശം അടിയിലായിട്ട് സ്ഥാപിക്കുന്നതാണ് ഉചിതമായിട്ടുള്ള സ്ഥാനം.
അതായത് വീടിന് വെളിയിൽ നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ വലത് ഭാഗത്തുള്ള കട്ടളപ്പടിയുടെ അടിയിലായിട്ട് ആണ് പഞ്ചശിരസ് സ്ഥാപിക്കേണ്ടത്. മൃഗങ്ങളുടെ ശിരസ്സുകൾ തമ്മിൽ ദിക്കുകൾ മാറാൻ പാടില്ല. ആലേഖനം ചെയ്യുമ്പോഴും കിഴക്ക് ദിക്കിൽ ആനയുടെ ശിരസ് വരുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. നല്ല ഉത്തമനായിട്ടുള്ള കർമ്മിയെ കൊണ്ട് വാസ്തുബലി നടത്തിയതിനു ശേഷം അതിൽ പൂജിച്ചെടുത്ത പഞ്ചശിരസ് ഗൃഹപ്രവേശത്തിന് മുമ്പ് തന്നെ പ്രധാന വാതിലിന്റെ കട്ടളപ്പടിയുടെ അടിയിലായിട്ട് സ്ഥാപിക്കുക. വാസ്തുദോഷങ്ങളെ എല്ലാം തന്നെ തീരുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ എന്തുമാകട്ടെ, നമുക്ക് നമ്മുടെ വിശ്വാസത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ പൂർവികർ നമുക്കായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ശാസ്ത്രീയ അടിസ്ഥാനം അതിൽ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്കും അത് പിന്തുടരാം. അനാവശ്യമായിട്ടുള്ള പണച്ചെലവും ധൂർത്തും ഒഴിവാക്കി കച്ചവടക്കാരുടെ തട്ടിപ്പിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നമ്മുടെ ആചാരങ്ങൾ മുറുകെ പിടിച്ച് കൊണ്ടുപോകാം. വാസ്തുശാസ്ത്രം അത് അനുശാസിക്കുന്നുണ്ട്. വാസ്തു എന്നാൽ നമുക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുന്നതിന് ഉതകുന്ന ഗ്രഹനിർമ്മാണവും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ് പ്രതിപാദിക്കുന്നത്. മനസ്സമാധാനത്തോടും ഐശ്വര്യത്തോടും ജീവിക്കുന്നതിന് വാസ്തുശാസ്ത്രപരമായി എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എങ്ങനെയുള്ള വീടായിരിക്കണം എന്നുള്ള കാര്യമാണ് ലളിതമായി ഇന്നൊന്ന് പ്രതിപാദിക്കുന്നത്. നമുക്കൊരു വീട് വയ്ക്കുമ്പോൾ പ്രകൃതിയുമായിട്ട് 60% ഇണങ്ങുകയും പ്രകൃതിയുടെ ഊർജത്തിന് ഭംഗം വരാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. എന്നാൽ വാസ്തുശാസ്ത്രത്തിന്റെ പേരിൽ നിരവധി അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ വാസ്തുശാസ്ത്രം പഠിക്കാത്തവരാണ് പ്രചരിപ്പിക്കുന്നത്. അതിലൊന്നും പെടാതെ വാസ്തുശാസ്ത്രം ശരിയായിട്ട് അറിയുന്നവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഒരു 60% വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിൽ ഗ്രഹം വെച്ചാൽ ആ ഗ്രഹത്തിൽ സുഖവും സമാധാനവുമായിട്ട് ജീവിക്കാൻ കഴിയും. നമുക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വാസ്തുശാസ്ത്ര സംബന്ധമായിട്ടുള്ള വിഷയത്തിലേക്ക് കടക്കാം. പ്രകൃതി ശക്തിയുടെ അദൃശ്യ കരങ്ങൾക്കുള്ളിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ആകർഷണവും വികർഷണവും ഊർജവലയവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നാം നമ്മുടെ വാസം ക്രമപ്പെടുത്തിയാൽ അനർത്ഥങ്ങളെല്ലാം ഒഴിവാകുന്നതാണ്. നമുക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് വാസ്തുശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. ഇത്തരത്തിൽ പ്രകൃതിയുമായിട്ട് നല്ല രീതിയിൽ ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം പേരും 4-5 സെന്റ് സ്ഥലത്താണ് വീട് വെക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു സ്വപ്നഭവനം തീർക്കുമ്പോൾ ആയുരാരോഗ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമങ്ങൾ അവിടെ ഉണ്ടാക്കണം. വാസ്തുശാസ്ത്ര പ്രകാരം വീടിന്റെ മുൻഭാഗത്ത് വളരെയൊന്നും കണക്കുകളൊന്നും പ്രതിപാദിക്കുന്നില്ല. എന്നാൽ ഉള്ളളവിനും ചുറ്റളവിനും വീടിന്റെ അകത്തെ ക്രമീകരണങ്ങൾക്കുമൊക്കെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് വീട് വെച്ചാൽ സുഖവും സന്തോഷവും ലഭിക്കുന്നതാണ്. പണ്ടുകാലത്ത് നിർമ്മിച്ചിരുന്ന വീടുകളെല്ലാം തച്ചുശാസ്ത്രം അനുശാസിക്കുന്നത് തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് 75% തച്ചുശാസ്ത്ര പ്രകാരം അല്ല വീട് വെക്കുന്നത്. വീട് വെച്ചതിന് ശേഷം അനർത്ഥങ്ങൾ ഉണ്ടായതിനു ശേഷം പിന്നീട് അത് കറക്റ്റ് ചെയ്യാനൊക്കെ നിൽക്കുന്ന ആ 75-ൽ ഒരു 50% ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരോട് ആദ്യം തന്നെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അനുശാസിച്ചുകൊണ്ട് വീട് വയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നീട് തിരുത്തലുകളുടെ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിൽ ജീവിതം സന്തോഷവും സുഖപ്രദവുമായി മുന്നോട്ട് പോകുന്നതാണ്. പണ്ടത്തെയിൽ നിന്ന് ആരൂഢക്കണക്കിൽ ഗൃഹം നിർമ്മിക്കുന്ന രീതിയിൽ നിന്നും ഇന്ന് കോൺക്രീറ്റ് ഭവനങ്ങളിലേക്ക് മാറുമ്പോൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നിർമ്മാണമെങ്കിൽ പോലും രണ്ടിന്റെയും അടിസ്ഥാനം വാസ്തുശാസ്ത്രം തന്നെയാണ്. പ്രയോഗത്തിലുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. വീടായാലും ക്ഷേത്രമായാലും ഇരിപ്പിടം തന്നെയാണ് പ്രധാനം. അതിനുവേണ്ടി വാസ്തുശാസ്ത്രത്തെ നാം പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മഹാദിക്കുകളായിട്ടുള്ള കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക് എന്നീ ദിക്കുകളിൽ ഏതെങ്കിലും അഭിമുഖമാകുന്ന രീതിയിലായിരിക്കണം വീട് വയ്ക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ ദിക്കും വാസ്തുശാസ്ത്രവും വീടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ പറഞ്ഞ 4 ദിക്കിൽ ഏത് ദിക്കിലേക്ക് അഭിമുഖമായി വേണമെങ്കിലും നമുക്ക് വീട് വെക്കാം. അതാത് ദിക്കിലേക്ക് അഭിമുഖമാകുമ്പോൾ അതിനൊരു പ്രത്യേക കണക്കുണ്ട്. അതിന് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന രീതിയുണ്ട്. ആ രീതി പാലിക്കണമെന്ന് മാത്രം. വടക്കും കിഴക്കും വീടിന് പൂമുഖം പണ്ട് മുതലേ കൊടുക്കാറുണ്ട്. അതേ ഗൗരവത്തോടുകൂടി തന്നെ തെക്കും പടിഞ്ഞാറും ഒക്കെ കൊടുക്കുന്നതിലും തെറ്റില്ല. വീട് വയ്ക്കുന്ന ഭൂമി സമചതുരമോ ദീർഘചതുരമോ ആയിരിക്കണം. ദീർഘചതുരമാകുമ്പോൾ തെക്ക് വടക്ക് നീളത്തിലാകുന്നത് കൂടുതൽ ശുഭപ്രദമാണ്.
ആവശ്യത്തിനനുസരിച്ച് സൂര്യകിരണങ്ങൾ കിട്ടുന്ന ഭൂമിയായിരിക്കണം. കൂടാതെ സസ്യജാലങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായിരിക്കണം. കൂടാതെ ജലത്തിന്റെ നല്ല ലഭ്യത ഉണ്ടായിരിക്കണം. ഇളം കാറ്റ് കിട്ടുന്ന ഭൂമിയായിരിക്കണം എന്നും പറയുന്നുണ്ട്. പ്രകൃതിപരമായി ഭൂമി അല്പം വടക്കോട്ടോ കിഴക്കോട്ടോ ചരിഞ്ഞിരിക്കുന്നത് ഉത്തമമാണ്. അവരവരുടെ സാമ്പത്തികം അനുശാസിച്ച് അതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊണ്ട് വേണം വീട് വയ്ക്കാൻ. അമിതമായിട്ടുള്ള കടം വാങ്ങി ഒരു വീട് വെച്ചിട്ട് അതിൽ വസിക്കുന്നവർക്ക് മനസ്സമാധാനം കിട്ടണമെന്നില്ല. പല അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. കടങ്ങൾ പെരുകി കഴിയുമ്പോൾ ആ വീട് വിൽക്കേണ്ട സാഹചര്യം വരും. എത്ര വാസ്തുശാസ്ത്രം നോക്കിയാണെങ്കിൽ പോലും അത്തരത്തിൽ ചിന്താശൂന്യമായിട്ട് ഗൃഹനിർമ്മാണം നടത്തി പണം ചെലവാക്കുന്നതിൽ അർത്ഥമില്ല. അത് വാസ്തു അനുസരിച്ചാണെങ്കിൽ പോലും വാസ്തുശാസ്ത്രപരമായിട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട സമാധാനത്തിന് വേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് പ്രതിപാദിച്ചത്. ഇന്നത്തെ കാലത്ത് വിവാഹബന്ധം വേർപെടുത്തുക എന്നുള്ളത് ഒരു ഫാഷനായി തന്നെ മാറിയിരിക്കുകയാണ്. നിരവധി ആളുകളുടെ വിവാഹബന്ധം വളരെ എളുപ്പം തന്നെ വേർപെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ടൊക്കെ വിവാഹം കഴിച്ചിട്ടും യോജിച്ചു പോകുവാൻ പലർക്കും സാധിക്കുന്നില്ല. വീട്ടുകാർ ആലോചിച്ച് വിവാഹം നടത്തിയതായാലും ഇഷ്ടപ്പെട്ട് സ്വന്തം തീരുമാനപ്രകാരം വിവാഹം നടത്തിയിട്ടും ഒക്കെ വിവാഹമോചനങ്ങൾ വർദ്ധിക്കുകയാണ്. വിവാഹമോചനത്തിന് വാസ്തുശാസ്ത്രവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം പ്രതികൂല ഊർജങ്ങൾ ഉള്ള ഗ്രഹത്തിൽ വസിക്കുന്നവർക്ക് വിവാഹമോചനം, അതായത് ദാമ്പത്യ ക്ലേശത്തിന് സാധ്യതയുണ്ട്. അത്തരത്തിൽ വിവാഹമോചനവും ദാമ്പത്യ ക്ലേശം ഒഴിവാക്കാനും ഒക്കെയുള്ള വാസ്തുശാസ്ത്രപരമായിട്ടുള്ള 6 ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ചെറിയൊരു വീഡിയോ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിഷയത്തെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകാം. വ്യക്തികൾ തമ്മിലുള്ള വൈകാരികവും മാനസികവുമായിട്ടുള്ള വിയോജിപ്പ് വിവാഹമോചനങ്ങൾക്ക് ഒരു കാരണമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടുംബ ബന്ധങ്ങളെ ആകെ അത് ശിഥിലമാക്കാറുണ്ട്, പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തെ. വൈകാരികവും മാനസികവുമായിട്ടുള്ള യോജിപ്പ്, പരസ്പര ധാരണ ഇവയൊക്കെ ഒരു വിവാഹ ബന്ധം നിലനിൽക്കുന്നതിന് സഹായിക്കും. എത്ര സൂക്ഷിച്ചാലും എത്ര കാര്യങ്ങളൊക്കെ അനുകൂലമായാലും ഈശ്വരാധീനമില്ലെങ്കിൽ ഇതിനൊക്കെ വിപരീത അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട് വിവാഹം നടത്തുന്ന അവസരങ്ങളിൽ പോലും ഒരുപക്ഷെ വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നത്, ദാമ്പത്യ ക്ലേശങ്ങൾ വർദ്ധിക്കുന്നത്. ജാതകപ്രകാരമുള്ള ദോഷങ്ങളും ശാപാദി ദുരിതങ്ങളും വാസ്തുദോഷവുമൊക്കെ വിവാഹബന്ധങ്ങൾ മുറിയുന്നതിന് കാരണമാകാറുണ്ട്. കിടപ്പുമുറിയിലും ഒരു ഗ്രഹത്തിലുമൊക്കെ അനുകൂല തരംഗങ്ങൾ നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ ആ ജീവിതത്തിൽ ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഗ്രഹത്തിൽ പോസിറ്റീവ് തരംഗങ്ങൾ നിറഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് അത് സഹായകരമാകും. പ്രത്യേകിച്ച് ശയനമുറിയിൽ വാസ്തു അനുകൂലമായെങ്കിൽ മാത്രമേ അവിടെ ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവിടുത്തെ ബന്ധങ്ങൾ വഷളാകുകയും അത് മാനസികമായിട്ടുള്ള അകൽച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള മാനസിക അകൽച്ച ഒഴിവാക്കാൻ വാസ്തുശാസ്ത്രം അനുകൂലമാക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒഴിവാക്കുന്നതിനായിട്ട് ശയനമുറിയിൽ ചെയ്യേണ്ട 6 പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് നാം ഇന്ന് പ്രതിപാദിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് ശയനമുറി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് സജ്ജീകരിക്കുക എന്നുള്ളതാണ്. വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം, വടക്ക് ഭാഗം, തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്നിവിടങ്ങളിൽ എവിടെങ്കിലും ആയിരിക്കണം കിടപ്പുമുറി. അങ്ങനെ വെക്കുന്ന പക്ഷം അനുകൂല തരംഗങ്ങൾ ആ മുറിയിൽ നിറഞ്ഞു നിൽക്കും. അത് പരസ്പര ഐക്യത്തിനും ആകർഷണത്തിനും സഹായകരമാകും. സംഘർഷങ്ങളെല്ലാം ഒഴിഞ്ഞ് നല്ല ഐക്യത്തിനും സമാധാനത്തിനും അത് സഹായകരമാകും. രണ്ടാമത്, കിടപ്പുമുറിയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് അനുകൂല തരംഗങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ആ ശയനമുറിയിൽ സജ്ജീകരിക്കേണ്ടതാണ്. അതായത് അനുകൂല തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന ചിത്രങ്ങളോ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ശയനമുറിയിൽ അതിന് പകരമായിട്ട് സജ്ജീകരിക്കുക. കഴിവതും അത്തരത്തിൽ പ്രതികൂല തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മറ്റും ഒഴിവാക്കുകയാണ് വേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ശയനമുറിയിൽ അനുകൂല ഊർജത്തെ കൊണ്ടുവരിക. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത്, ദൈവങ്ങളുടെയും പൂർവികരുടെയും ചിത്രങ്ങൾ ശയനമുറിയിൽ പാടില്ല എന്നുള്ളതാണ്. ദൈവങ്ങളുടെ ചിത്രങ്ങളുടെ കാര്യത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും മറ്റും അപൂർവം ചില
ചിത്രങ്ങൾ ശയനമുറിയിൽ വെക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ മറ്റ് ദേവതകളുടെ ചിത്രങ്ങൾ ശയനമുറിയിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ പൂർവികരുടെ ചിത്രങ്ങളും ഒഴിവാക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനുകൂല ഊർജം പ്രദാനം ചെയ്യുന്ന ചിത്രങ്ങൾ അതിന് പകരമായിട്ട് വയ്ക്കാം. ഇണക്കുരുവികൾ തുടങ്ങി അതേപോലെ അനുകൂല ഊർജത്തെ നൽകുന്ന ചിത്രങ്ങൾ പകരമായിട്ട് വയ്ക്കാം. അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് ദമ്പതികൾക്കിടയിൽ ഐക്യത്തിനും സമാധാനത്തിനും പരസ്പര ധാരണയ്ക്കും സഹായകരമാകും. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കിടക്ക പ്രധാന വാതിലിന് നേരെയായി വരാൻ പാടില്ല എന്നുള്ളതാണ്. വാതിലിന് നേരെ അല്ലാത്ത രീതിയിൽ അത് ക്രമീകരിക്കേണ്ടതാണ്. തെക്കോട്ട് തല വെച്ചോ കിഴക്കോട്ട് തല വെച്ചോ കിടക്കുന്ന രീതിയിലും കൂടിയായിരിക്കണം. അഞ്ചാമത് ഒരു കിടക്കയിലായിരിക്കണം ദമ്പതികൾ കിടക്കുന്നത്. അതേപോലെ തന്നെ ഒരു കിടക്കയിൽ തന്നെ 2 മെത്തകൾ കൂട്ടിച്ചേർത്ത് കിടക്കാതിരിക്കുക. ഒരു മെത്ത ആണ് ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത പക്ഷം പായോ അതിന് തുല്യമായിട്ടുള്ള ഒരു ഉപകരണത്തിലായിരിക്കണം. ഇനി ആറാമത് ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. കട്ടിലിന്റെ ചില ഭാഗങ്ങൾ പൊട്ടിയിരിക്കുക, കീറിയ കിടക്കവിരി, അതേപോലെയുള്ള കാര്യങ്ങൾ പ്രതികൂല ഊർജത്തെ പ്രദാനം ചെയ്യുന്നവയാണ്. അവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അഥവാ പരിഹരിച്ചുകൊണ്ട് കിടപ്പുമുറി സജ്ജീകരിക്കേണ്ടതാണ്. 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശയനമുറിയുമായി ബന്ധപ്പെട്ട് വാസ്തു അനുകൂലമാക്കാൻ പ്രധാനമായി ചെയ്യേണ്ടത്. അടുത്തിടെയായിട്ട് വാസ്തു സംബന്ധമായിട്ടുള്ള പരിശോധനകൾ നടത്താതെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു സ്ഥലം വാങ്ങിക്കുകയുണ്ടായി. പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ സ്ഥലത്തിന് വാസ്തുദോഷം നല്ല രീതിയിലുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് നിരന്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്തപ്പോഴാണ് ഇത് നോക്കേണ്ട ആവശ്യകത അദ്ദേഹത്തിന് മനസ്സിലായത്. ലക്ഷക്കണക്കിന് തുക നാം മുടക്കി വസ്തു വാങ്ങും. ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധനെ സമീപിച്ച് അതൊന്ന് പരിശോധിക്കുന്നതിന് അധികം തുകയൊന്നും ചെലവാകില്ല. അങ്ങനെയുള്ള ആ ചെലവുകൾ ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ലക്ഷ്യങ്ങൾ വെള്ളത്തിൽ കളയുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് കരുതിയത്. ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ അതിന് ദോഷമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വസ്തു നമുക്കും നമ്മുടെ പിൻ തലമുറക്കാർക്കും പ്രയോജനകരമാകണം. ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ വീട് വയ്ക്കുമ്പോൾ അതിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നാം എല്ലാം വസ്തു വാങ്ങുന്നതും വീട് വയ്ക്കുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലം വാങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളെയാണ് ഇന്ന് നാം ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. വസ്തു വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഒരു പുതിയ സ്ഥലം നാം വാങ്ങുമ്പോൾ വാസ്തുശാസ്ത്രപരമായി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വാസ്തുശാസ്ത്രപരമായി അല്ലാതെയും നിരന്തരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പ്രതിപാദിക്കുന്ന വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വസ്തു വാങ്ങിയതിനു ശേഷം അബദ്ധമായി എന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കാൻ ആദ്യം തന്നെ അത് നോക്കിയതിന് ശേഷം വാങ്ങിക്കുക എന്നാണ് എൻ്റെ ഉപദേശം. ഒരു സ്ഥലത്തിന് ദോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകണമെന്നില്ല. ഒറ്റ നോട്ടത്തിൽ നല്ല വൃത്തിയുള്ള സ്ഥലം, നല്ല ആകൃതിയൊത്ത സ്ഥലം, എന്നിരുന്നാൽ പോലും അതിൽ നല്ല ദോഷങ്ങൾ ചിലപ്പോൾ പതിയിരിപ്പുണ്ടാകും. അത്തരത്തിലുള്ള കാഴ്ചയിൽ നല്ലൊരു സ്ഥലമാണ് എങ്കിൽ പോലും അതിൽ പ്രശ്നങ്ങൾ പതിയിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ദൈവാധീനം നോക്കുന്നത് നല്ലതാണ്. ആ വസ്തുവിന്റെ ദൈവാധീനം നോക്കി അത് ശ്മശാന ഭൂമിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദോഷങ്ങളുള്ള ഭൂമിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരു സ്ഥലത്ത് 10 സെന്റ് സ്ഥലം വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു, അത് വാങ്ങിക്കോട്ടെ എന്ന് എന്നോട് വിളിച്ച് ചോദിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ദൈവാധീനം നോക്കിയപ്പോൾ, രാശിയെടുത്ത് നോക്കിയപ്പോൾ അത് ശ്മശാന ഭൂമിയാണ് എന്ന് മനസ്സിലായി. ഇത്രയധികം ദോഷമുള്ള ഒരു ഭൂമി ഞാൻ അതിനു മുമ്പ് പ്രശ്നത്തിലൂടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഭൂമി വാങ്ങേണ്ട എന്ന് ഞാൻ ഉപദേശിച്ചുവെങ്കിലും അദ്ദേഹത്തിനും ഉള്ളിൽ ഒരു സംശയം ഉടലെടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എന്നോട് വീണ്ടും അത് കുഴപ്പമുണ്ടോ, വളരെ ലാഭത്തിന് കിട്ടുന്നതാണ്, നമുക്ക് വീട് വെക്കാനൊന്നും അല്ലല്ലോ, വാങ്ങട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, ശ്മശാന ഭൂമിയാണ്, നിങ്ങൾ ഒന്നുകൂടി ഇതൊന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇത് നല്ല ഭൂമിയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സമീപവാസികളെയൊക്കെ കണ്ടു. പലർക്കും ഈ ഭൂമിയുടെ ശുഭാശുഭങ്ങളൊന്നും അറിയില്ല. ഒരു കാര്യം അദ്ദേഹത്തിന് ഉറപ്പായി, ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വളരെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. മാനസികമായിട്ട് പ്രശ്നങ്ങളില്ലാത്ത ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു
വീട്ടുകാരും ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് എല്ലാ വീട്ടിലും ഒരു മാനസിക രോഗിയെങ്കിലും ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പായി. ഒരു സ്ഥലത്ത് അസ്ഥിദോഷം ഉണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം എന്നുള്ളത് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് അറിയണമെന്നുള്ള ആഗ്രഹമുണ്ടാകുകയും വളരെ വളരെ മുതിർന്ന ആ ഭാഗത്തുള്ള എല്ലാ വ്യക്തികളെയും അദ്ദേഹം ഓരോരുത്തരെയായി പോയി കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ ഒരു വ്യക്തി ആ സ്ഥലത്തിന്റെ ചരിത്രം പറയുകയുണ്ടായി. ഒരു കൊച്ചി രാജാവിന്റെ കാലത്ത് വലിയ യുദ്ധം ഉണ്ടാകുകയും ആ യുദ്ധത്തിൽ 200ഓളം അദ്ദേഹത്തിന്റെ ഭടന്മാർ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ആ കൊല്ലപ്പെട്ട ഭടന്മാരെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവന്ന് കുഴിച്ചിട്ട സ്ഥലമാണ് ഈ പ്രസ്തുത 10 സെന്റ് സ്ഥലം എന്നുള്ളത്. അത് പിന്നീട് കാലപ്രവാഹത്തിൽ പലരുടെയും കൈമറിഞ്ഞു വന്നു. അവിടെ വീട് വെച്ച് താമസിച്ച് അതിനോട് സമീപത്തൊക്കെ നിരവധിയായിട്ടുള്ള വീടുകൾ വന്നു. ഈ 10 സെന്റ് സ്ഥലം ഒഴിച്ചു മറ്റുള്ള സ്ഥലങ്ങളെല്ലാം വീടുകളും ഒക്കെ വന്നപ്പോൾ അവർക്കൊക്കെ അധപ്പതനവും അതോടൊപ്പം തന്നെ ഓരോ വീട്ടുകാർക്കും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കുകയുണ്ടായി. അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് അവരൊക്കെ അവരുടെ വസ്തു വളരെ കുറഞ്ഞ വിലയ്ക്ക് വിറ്റുപോകേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടായി. ഇപ്പോഴും ഇതേ ഒരു സാഹചര്യം, കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അത് വാങ്ങട്ടെ എന്ന് ചോദിച്ചു നോക്കിയപ്പോൾ, രാശി വെച്ച് നോക്കിയപ്പോൾ അത് ഇതേപോലെ തന്നെ ദോഷസ്ഥലമാണ് എന്ന് മനസ്സിലാകുകയും അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചപ്പോൾ ആ സ്ഥലവും ഇതേപോലെ പ്രശ്നമുള്ള സ്ഥലമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ടാണ് വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു പ്രയോജനകരമാകട്ടെ, അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചത്. അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധനെ കാണിക്കാനുള്ള ചെറിയ തുക നിങ്ങളുടെ വലിയ തുകയ്ക്ക് നഷ്ടം വരുത്താതിരിക്കട്ടെ എന്നുള്ള സതുദ്ദേശം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഉപദേശം തേടണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാം. അധമഭൂമികളെ നമുക്ക് പലതരത്തിൽ പറയാം. ശ്മശാന ബന്ധമുള്ള ഭൂമി, സർപ്പബന്ധമുള്ള ഭൂമി, സർപ്പ സാന്നിധ്യമുള്ള ഭൂമി, യുദ്ധഭൂമി, ക്ഷേത്രങ്ങളുടെ ദൃഷ്ടിയിൽ വരുന്ന ഭൂമി, വെട്ടും കുത്തും കൊലപാതകങ്ങളും ഒക്കെ നടന്ന ഭൂമി, അങ്ങനെയുള്ള ഭൂമിയെയും യുദ്ധഭൂമിയായിട്ട് കണക്കാക്കണം. ഇത്തരത്തിലുള്ള ഭൂമികളെല്ലാം അധമഗണത്തിൽപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ഭൂമി വാങ്ങി അവിടെ വീട് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് അധപ്പതനം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും സാമ്പത്തിക അധപ്പതനവും അതേപോലെ തന്നെ രോഗപ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. കാഴ്ചയിൽ ഒരുപക്ഷെ വളരെ നല്ല ഭൂമിയായിട്ട്, ഐശ്വര്യമുള്ള ഭൂമിയായിട്ട് അനുഭവപ്പെട്ടേക്കാം. എന്നിരുന്നാലും ഇത്തരത്തിൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രശ്നചിന്തയിലൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ആരൂഢ രാശിയുടെ 4, 10 ഭാവങ്ങൾ എന്നീ ഭാവങ്ങളിലൊക്കെ പാപബന്ധങ്ങൾ വരിക. അങ്ങനെ വരുമ്പോൾ ഭൂമിക്ക് ദോഷം പറയേണ്ടിയിരിക്കുന്നു. സ്ഥലപ്രശ്നേഷു സ്ഥിരം രാശി ശുഭം മതം എന്നാണ്. സ്ഥലപ്രശ്നത്തിൽ ചരരാശി കിട്ടുന്നത് അധമവും സ്ഥിരരാശി ഉത്തമവുമായിട്ടാണ് പറയുന്നത്. വീടിനെ കുറിച്ച് ചിന്തിക്കുന്നത് 4-ാം ഭാവം കൊണ്ടാണ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ദൈവാധീനം കുറവായി കാണുകയാണെങ്കിൽ ആ വസ്തു വാങ്ങുന്നത് നടക്കാൻ തന്നെ സാധ്യത കുറവാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അങ്ങനെ നടക്കാൻ സാധ്യത കുറവുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തിക്കൊണ്ട് അതിന്റെ സാധ്യതയെ വർദ്ധിപ്പിക്കാവുന്നതാണ്, തടസ്സങ്ങളെ ഇല്ലാതാക്കാവുന്നതാണ്. ഒരു വസ്തുവിനെ കുറിച്ച് നോക്കുവാനായിട്ട് ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധൻ പോകുന്ന വേളയിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന നിമിത്തങ്ങളും അനുഭവങ്ങളും ഒക്കെ ആ വസ്തുവിന്റെ ശുഭാശുഭങ്ങളെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധന് ആ വസ്തുവിന്റെ ശുഭാശുഭങ്ങൾ നിമിത്തങ്ങളും സ്വാനുഭവങ്ങളും കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിരവധിയായിട്ടുള്ള ആളുകൾ വന്നു ചേരുന്ന പൊതുസ്ഥലങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളുമൊക്കെ വാസ്തുശാസ്ത്രപരമായിട്ട് ശുഭകരമല്ല എന്നാണ് പറയേണ്ടത്. നാം ഒരുപാട് പണം മുടക്കി വസ്തു വാങ്ങിയതിനു ശേഷം അത് വീട് വെക്കാൻ യോഗ്യമല്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മളുടെ പണമെല്ലാം നഷ്ടമായതിന് തുല്യമാകും. പിന്നീട് ഗത്യന്തരമില്ലാതെ ചിലപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് തന്നെ വീട് വെക്കേണ്ടതായിട്ട് വരികയും ചെയ്താൽ അത് ആ കുടുംബത്തിന്റെ തന്നെ അധപ്പതനത്തിനോ അല്ലെങ്കിൽ താഴ്ചകൾക്കോ ഒക്കെ കാരണമായി തീർന്നേക്കാം. വീട് വെച്ച് അതിൽ താമസിക്കാൻ തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നതിനേക്കാൾ നല്ലത് മുൻകൂട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം നല്ല ഭൂമിയാണെങ്കിൽ മാത്രം വാങ്ങുക, വീട് വയ്ക്കുക. ഇത്തരത്തിൽ പരിശോധിക്കുന്നത് വഴി നമുക്കൊരു ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. അതുവഴി നമുക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ പണം മുടക്കി വസ്തു വാങ്ങുമ്പോഴും വീട് വയ്ക്കുമ്പോഴും ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധനെ നിശ്ചയമായിട്ടും നിങ്ങൾ സമീപിക്കുക. ഉറപ്പുവരുത്തിയതിനു ശേഷം വാങ്ങുക. നിസ്സാര കാര്യത്തിനു വേണ്ടി നിങ്ങളുടെ ലക്ഷക്കണക്കിനുള്ള തുക നഷ്ടപ്പെടുത്താതിരിക്കുക. ദൃഷ്ടിദോഷം ഒരു സ്ഥാപനത്തെ ബാധിക്കുകയാണെങ്കിൽ, ഒരു വീടിനെ ബാധിക്കുകയാണെങ്കിലും ഒക്കെ അതിന് എന്തെല്ലാം തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. ഇന്ന്
അതിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഒരു ബിസിനസ്സിലെയൊക്കെ ദൃഷ്ടിദോഷം ഇല്ലാതാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തെയും മറ്റും ദൃഷ്ടിദോഷം ബാധിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ദൃഷ്ടിദോഷം എന്താണ്, അത് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യം ആദ്യത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. നമുക്ക് ബിസിനസിനെ ബാധിക്കുന്ന, സ്ഥാപനത്തെ ബാധിക്കുന്ന ദൃഷ്ടിദോഷത്തെ പരിഹരിക്കാനുള്ള മാർഗങ്ങളെ ഒന്ന് പരിശോധിക്കാം. പഴയ കാലത്ത് നാരങ്ങയും പച്ചമുളകും കരിക്കട്ടയും ഒക്കെ ചേർത്തുകൊണ്ട് മാല കെട്ടി സ്ഥാപനത്തിന് മുന്നിൽ തൂക്കിയിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്നും വടക്കേ ഇന്ത്യയിൽ എല്ലാ സ്ഥാപനങ്ങളിലും അത് ചെയ്യാറുണ്ട്. മലയാളികൾ പ്രബുദ്ധരായതുകൊണ്ടാണോ എന്തോ അവർക്ക് പലപ്പോഴും ഇതിലൊന്നും വിശ്വാസമില്ല. എന്നിരുന്നാലും സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് വിശ്വാസം വരികയും പിന്നീട് അത് പരിഹരിക്കാനായിട്ട് നെട്ടോട്ടം ഓടുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഉപായം തന്നെയാണ് പച്ചമുളകും നാരങ്ങയും കരിക്കട്ടയും മാലയായിട്ട് കൊരുത്തുകൊണ്ട് ദൃഷ്ടിദോഷത്തിന് പരിഹാരമായിട്ട് സ്ഥാപനത്തിന്റെ മുന്നിൽ തൂക്കിയിടുക എന്നുള്ളത്. ഇത് പ്രത്യേകമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ കാണുക. ആ മാല എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൽ ബാധിക്കുന്ന ദൃഷ്ടിദോഷത്തെ കേവലം ഒരു നാരങ്ങ കൊണ്ട് മാറ്റാമെന്നാണ് നമ്മളുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത്. ഒരു നാരങ്ങ എടുത്ത് ആ നാരങ്ങ കൊണ്ട് 4 ഭിത്തികളിലും തൊട്ട്, സ്ഥാപനത്തിന്റെ ഓഫീസാണെങ്കിൽ ഓഫീസിന്റെ അകത്ത് 4 ഭിത്തികളിലും ആ നാരങ്ങ കൊണ്ട് സ്പർശിച്ചതിന് ശേഷം അത് 4ആയിട്ട് മുറിച്ച് 4 ദിക്കിലേക്കുമായിട്ട് വെളിയിൽ കളയുക എന്നുള്ളതും ദൃഷ്ടിദോഷത്തെ ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം. ദൃഷ്ടിദോഷം ഇല്ലാതാക്കാനായിട്ട് ഒരു സ്ഥാപനത്തിൽ ചെയ്യേണ്ട മറ്റൊരു ഉപായം, ഒരു കുപ്പി ഗ്ലാസ് എടുത്ത് അതിൽ വെള്ളം നിറച്ച് അതിന്റെ മുകളിലായിട്ട് ചെറുനാരങ്ങ നിറച്ച് ഇട്ടുവയ്ക്കുക എന്നുള്ളതാണ്. സ്ഥാപനത്തെ ബാധിക്കുന്ന ദൃഷ്ടിദോഷത്തെ ഒഴിവാക്കാൻ മറ്റൊരു ഉപായം അടയ്ക്ക കൊണ്ട് ചെയ്യാവുന്നതാണ്. അടയ്ക്ക കൊണ്ട് ആ സ്ഥാപനത്തെ ഒഴിഞ്ഞതിന് ശേഷം അതിന്റെ തൊലി കുറച്ചൊന്ന് അടർത്തി പ്രധാന കസേരയ്ക്ക് മുകളിലായിട്ട് വരുന്ന രീതിയിൽ, അലമാരയ്ക്കോ മറ്റോ മുകളിൽ വരുന്ന രീതിയിൽ ആ അടയ്ക്ക ഏതാനും ദിവസത്തേക്ക് വയ്ക്കുക. ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദൃഷ്ടിദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് സ്ഥാപനങ്ങളിൽ നമുക്ക് ഗണപതി ഭഗവാന്റെ ചിത്രം വയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ സ്വസ്തിക ചിഹ്നങ്ങളും ഒക്കെ ദൃഷ്ടിദോഷത്തെ ഇല്ലാതാക്കുന്നതാണ്. ഗംഗാജലം സ്ഥാപനത്തിനുള്ളിൽ തളിച്ച് ശുദ്ധമാക്കുന്നതും ദൃഷ്ടിദോഷത്തെയൊക്കെ അകറ്റുന്നതാണ്. ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹം വാങ്ങി മാസത്തിൽ ഒരിക്കലെങ്കിലും സ്ഥാപനത്തിൽ തളിക്കുന്നതും ദൃഷ്ടിദോഷത്തെയൊക്കെ ഇല്ലാതാക്കും. കൂടാതെ അഷ്ടഗന്ധം പോയിക്കുന്നതും ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സ്ഥാപനത്തെ സഹായിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ പൂർവികർ ലളിതമായിട്ട് ദൃഷ്ടിദോഷത്തെ ഇല്ലാതാക്കാനായിട്ട് ഒരു സ്ഥാപനത്തിൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിപ്രധാനമായിട്ടുള്ള നിരവധി പേർ സംശയം ചോദിക്കുന്ന ഒരു വിഷയമാണ്. പ്രധാനമായതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ധാരാളം പേർ തൊഴിലിനും മറ്റുമായി അന്യസ്ഥലങ്ങളിലുമൊക്കെ താമസിക്കുമ്പോൾ വാടക വീടും മറ്റും ആശ്രയിക്കാറുണ്ട്. വാടക വീട്ടിൽ വാസ്തുശാസ്ത്രം എത്രമാത്രം ഫലപ്രദമാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. വാടക വീട്ടിൽ വാസ്തുശാസ്ത്രം എത്രമാത്രം ഫലപ്രദമാകും, അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തെ വാടക വീട്ടിൽ നോക്കേണ്ടതുണ്ടോ? വീടിന്റെ വാസ്തുശാസ്ത്രം അനുകൂലമായാലും പ്രതികൂലമായാലും അതിന്റെ ഫലങ്ങൾ ആ വീടിന്റെ ഉടമസ്ഥനാണ് അനുഭവിക്കുക എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ അത് ശരിയല്ല എന്ന് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഏവർക്കും അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഏതൊരു വീടായാലും അതിന്റെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള ഗുണവും ദോഷവും ഒക്കെ അവിടെ വസിക്കുന്നവരെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ബാധിക്കുക. അതിനുശേഷം മാത്രമേ അതിന്റെ ഉടമസ്ഥനെ അത് ബാധിക്കുകയുള്ളൂ. വാടക വീട്ടിലെ വാസ്തുവിന്റെ അനുകൂലവും പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ ആരെയാണ് ബാധിക്കുക? ഇത് എല്ലാവരുടെയും സംശയമാണ്. നമുക്ക് ഇന്ന് അതിനൊരു നിവർത്തി വരുത്താം. കെട്ടിട ഉടമയെ ബാധിക്കുമോ അതോ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരെയാണോ ബാധിക്കുക എന്ന് നോക്കാം. പ്രധാന ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ വാടകയ്ക്ക് താമസിക്കുന്നവരായാലും ഏതൊരു ഗ്രഹമാണെങ്കിലും അവിടെ വസിക്കുന്നവർക്കാണ് വാസ്തുശാസ്ത്രത്തിന്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്. ഒരു ഗ്രഹത്തിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ അത് വാടകക്കാരനാണോ ഉടമസ്ഥനാണോ എന്നുള്ളത് വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദ്യ വിഷയമേ അല്ല. അവിടെ വസിക്കുന്നയാളാണ് വാസ്തുവിന്റെ അധികാരി. നമുക്കൊരു വാഹനത്തിൽ കയറുമ്പോൾ ആ വാഹനത്തിന്റെ ഉറപ്പും
വിശ്വാസ്യതയൊക്കെ ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അത് ഓടിക്കുന്നയാളിന്റെയോ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥന്റെയോ ഒക്കെ ഉത്തരവാദിത്വം എന്നുള്ളതിൽ ഉപരിയായിട്ട് നമ്മളുടെ സുരക്ഷ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. വാഹനം നല്ലതാണോ അല്ലെങ്കിൽ അത് മോശമാണോ, അത് അതിവേഗതയിൽ പായുന്നതാണോ, ഇതൊക്കെ നോക്കി വേണം. നമുക്ക് യോജിക്കുന്ന വാഹനമാണെങ്കിൽ മാത്രമേ ആ വാഹനത്തിൽ കയറാവുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു ഗൃഹവും നാം വസിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ചെയ്യേണ്ടത്. വാഹനത്തിൽ മോശം ഡ്രൈവറും മോശം വാഹനവും ഒക്കെ ആണെങ്കിൽ അതിൽ നാം കയറുമ്പോൾ നമുക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് വാസ്തുവിലും നമുക്ക് ഉണ്ടാകുന്ന അനുഭവം. വാടക വീടിന്റെ വാസ്തു പരിശോധിക്കേണ്ടതും അതുകൊണ്ട് തന്നെ വാടക വീട്ടിൽ താമസിക്കുന്നവരാണ്. അവരത് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം താമസിക്കുന്നതായിരിക്കും ഉചിതം. അവിടെ താമസിക്കുന്നവരാണ് ആ വാസ്തുവിന്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉടമസ്ഥർ. അവരാണ് അവിടെ ഉണ്ണുന്നതും ഉറങ്ങുന്നതും തങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതും. ഒരു ഗ്രഹത്തിന്റെ വാസ്തു അനുകൂലമാണോ പ്രതികൂലമാണോ എന്നറിയാൻ അധികം വാസ്തു വിദഗ്ധന്റെ ഒന്നും ആവശ്യമില്ല. പലപ്പോഴും ആ വീട്ടിൽ അതിനു മുമ്പ് ആരൊക്കെ താമസിച്ചിരുന്നു, അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് അന്വേഷിച്ചാൽ മാത്രം ചിലപ്പോൾ അതിന്റെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള ഗുണദോഷങ്ങളെ മനസ്സിലാകുന്നതാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഒരു അനുഭവം എന്റെ മുമ്പിലേക്ക് എത്തുകയുണ്ടായി. ഗ്രഹത്തിന്റെ ദോഷം അവിടെ താമസിച്ച വ്യക്തിയെ വളരെ സാരമായി ബാധിച്ചതായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നിങ്ങളിലേക്ക് ഇത്ര പെട്ടെന്ന് ഞാൻ എത്തിച്ചത്. ഒരു വാടക വീട് ഒരാൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനു മുമ്പിൽ ആ വീട്ടിൽ താമസിച്ചിരുന്നവരെ ഒന്ന് കണ്ടെത്തുകയോ അവരുടെ അനുഭവങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഉചിതമാണ്. അതിനൊന്നും സാധിക്കാത്ത പക്ഷം ഒരു വാസ്തു വിദഗ്ധന്റെ ഉപദേശം തേടിയതിനു ശേഷം മാത്രമേ വാടക വീടാണേലും എടുക്കാവുള്ളൂ എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അവിടെ താമസിച്ചിരുന്നവർക്ക് ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നു. വാസ്തുശാസ്ത്രം കുഴപ്പത്തിലുള്ള വീട്ടിൽ താമസിക്കുന്നവർക്ക് ഐശ്വര്യക്കുറവും സമാധാനക്കുറവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നേക്കാം. മറിച്ചാണെങ്കിൽ അതിനൊക്കെ നേട്ടങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രപരമായിട്ട് നല്ല ഗുണമുള്ള ഒരു വീട് തന്നെ തിരഞ്ഞെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വാസ്തുശാസ്ത്രപരമായിട്ടുള്ള അനുകൂലമല്ലാത്ത വീട്ടിൽ താമസിച്ചാൽ പോലും പ്രതികൂലതയുള്ള നിറഞ്ഞ ഒരു വീട്ടിൽ ഒരിക്കലും താമസിക്കാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് പല അപ്പാർട്ട്മെന്റുകളും ഒക്കെ ഉണ്ട്. അതിലൊക്കെ താമസിക്കുമ്പോഴും ഈ വാസ്തുശാസ്ത്രത്തെ അനുകൂലമാക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് പല വ്യക്തികളും ബിൽഡർമാരും ഒക്കെ ചെയ്യുന്നതിൽ വാസ്തുശാസ്ത്രത്തിന്റെ 7 അയലത്ത് പോലും വരാത്ത കെട്ടിട നിർമ്മാണമുണ്ട്. അതൊക്കെ വാങ്ങുന്നവരെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റുകളുടെയും വില്ലകളുടെയും ഒക്കെ വാസ്തുശാസ്ത്രം പരിശോധിച്ച് അനുകൂലമാണെങ്കിൽ മാത്രം അത് എടുക്കുക. പ്രധാനമായിട്ടും ഫ്ലാറ്റിലും ഒക്കെ താമസിക്കുന്നവർക്ക് നേരിടുന്ന ഒരുപാട് കാര്യങ്ങൾ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള പ്രതികൂലത മൂലം ഉള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ദൃഷ്ടിയിലുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തെ പ്രത്യേകമായി എടുത്തു പറയുന്നത്. അടുത്തടുത്ത് അടുക്കളകളൊക്കെ വരികയും അതേപോലെ തന്നെ കക്കൂസ് പോലുള്ള കാര്യങ്ങളൊക്കെ വരികയും ചെയ്യുമ്പോൾ വാസ്തുശാസ്ത്രത്തിന്റെ പ്രതികൂലത മൂലം ആ ഗൃഹത്തിലെ അന്തേവാസികൾക്ക് അതിന്റെ ഫലം അനുഭവിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വാടക വീട് തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ അതോടൊപ്പം അതേപോലെ തന്നെ ഫ്ലാറ്റ് തുടങ്ങിയ കാര്യങ്ങളിലാണ് നിങ്ങൾ പാർക്കുന്നത് എങ്കിൽ അതിന്റെ വാസ്തുശാസ്ത്രത്തെ പരിശോധിക്കുക. അനുകൂലമല്ല എങ്കിൽ അത് അനുകൂലമാക്കാനുള്ള മാർഗങ്ങൾ തേടുക. അല്ലാത്ത പക്ഷം അതിന് പ്രതിവിധി കാണുക. വാസ്തു എവിടെയാണെങ്കിലും, ഫ്ലാറ്റിലാണെങ്കിലും വാടക വീട്ടിലാണെങ്കിലും വാസ്തുശാസ്ത്രപരമായിട്ടുള്ള അനുകൂലം ഉണ്ടെങ്കിൽ മാത്രം അത് തിരഞ്ഞെടുക്കുക. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കും. സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും സമാധാനവും ഒക്കെ ലഭിക്കുന്നതിന് വാസ്തുശാസ്ത്രം പ്രധാനപ്പെട്ട വിഷയമാണ്. വാസ്തു അനുകൂലമല്ലെങ്കിൽ നമുക്ക് സമ്പത്തും ഐശ്വര്യവും സമാധാനവും ആരോഗ്യവും ഒന്നും തന്നെ ഉണ്ടാകില്ല. അതിലെല്ലാം തന്നെ ന്യൂനതകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രത്തിൽ ആരോഗ്യകാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം വീടിനെ അനുകൂലമാക്കി അനുകൂല ഊർജം പ്രദാനം ചെയ്താൽ തീർച്ചയായിട്ടും ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. ആരോഗ്യത്തിൽ കൂടുതലായി നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അത്തരത്തിലൊരു വിഷയമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വാസ്തുശാസ്ത്ര പ്രകാരം നിർദ്ദേശിക്കുന്നതായിട്ടുള്ള 8 കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള 8 പ്രധാനപ്പെട്ട ടിപ്പുകളെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് അനുകൂലമോ പ്രതികൂലമോ ആയിട്ടുള്ള കാര്യങ്ങളെ
സ്വാധീനിക്കാൻ വാസ്തുശാസ്ത്രത്തിനാകും. അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ബാധിക്കാൻ ആ വീടിനാകും. അതിനാണ് വാസ്തുശാസ്ത്രം ശ്രദ്ധ കൊടുക്കുന്നത്. അവിടെയാണ് വാസ്തുശാസ്ത്രത്തിന്റെ പ്രസക്തി. വാസ്തുതത്വങ്ങൾ പാലിക്കുന്നതിലൂടെ നമുക്ക് വീടിനെ അന്തേവാസികൾക്ക് അനുകൂലമാക്കി തീർക്കാം. വാസ്തുശാസ്ത്രപ്രകാരം നിങ്ങളുടെ ഗ്രഹത്തിൽ ഇനി പറയുന്ന 8 കാര്യങ്ങളെ അനുവർത്തിച്ചാൽ തീർച്ചയായിട്ടും ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് ആരോഗ്യത്തിൽ മെച്ചമുണ്ടാകുന്നതാണ്. നമുക്ക് ഓരോരോ കാര്യങ്ങളെയായിട്ട് ആ കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്, വീട് വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കുക എന്നുള്ളതാണ്. അലങ്കോലമായിട്ടുള്ള വീട്ടിൽ നെഗറ്റീവ് എനർജി ബാധിച്ചേക്കാം. അത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനെ തരണം ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. രണ്ടാമത്തെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഗ്രഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹനാഥനും ഗ്രഹനാഥയുമൊക്കെ കന്നിമൂലയിലെ, അതായത് നിരുതി കോണിലെ, അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിലെ മുറി എടുക്കുക, ഉപയോഗിക്കുക എന്നുള്ളതാണ്. വീട്ടിലെ പ്രധാന ബെഡ്റൂമിന്, കിടപ്പുമുറിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള മുറി കന്നിമൂല തന്നെയാണ്. ഇത് ഭൂമിയുടെ മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. കന്നിമൂലയിലെ മുറി ബെഡ്റൂമായി ഉപയോഗിക്കുക വഴി ആ ഗ്രഹത്തിന് അല്ലെങ്കിൽ അന്തേവാസികൾക്ക് സ്ഥിരതയും ഒരു അടിത്തറയും ഉണ്ടാകാൻ അത് സഹായിക്കും. ഇനി മൂന്നാമത്തെ കാര്യം നോക്കാം. ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ തെക്കോട്ട് തലവെച്ച് കിടക്കുക എന്നുള്ളതാണ്. തെക്ക് തലവെച്ച് കിടക്കുന്നതിലൂടെ ആരോഗ്യവും ദീർഘായുസ്സും ലഭിക്കുന്നതിന് അത് സഹായിക്കും എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം, ഏതെങ്കിലും ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കിടപ്പുമുറിയിൽ നിന്ന് കണ്ണാടികൾ ഒഴിവാക്കുക. കണ്ണാടികൾ നെഗറ്റീവ് എനർജിയെ പ്രതിബിംബിക്കുന്നതാണ്. ഇത് ഉറക്കത്തെയൊക്കെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോഴുള്ള അലമാരകളിലും മറ്റും കൂടുതലായി കണ്ണാടികൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്നുകിൽ മൂടി വയ്ക്കുകയോ അല്ലെങ്കിൽ കിടപ്പറയിലേക്ക്, കട്ടിലേക്ക് നോക്കാത്ത തരത്തിൽ അതിനെയൊക്കെ മാറ്റി സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം നോക്കാം. കിടപ്പുമുറി നല്ല വായു സഞ്ചാരമുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ്. നല്ല ആരോഗ്യത്തിന് ശുദ്ധവായു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കിടപ്പുമുറിയിൽ വെന്റിലേഷനുകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കുക. പകൽ സമയങ്ങളിൽ വായു സഞ്ചാരത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക. ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഗ്രഹത്തിന് നടുമുറ്റത്തും മറ്റും ഒരു തുളസി ചെടി നടുക എന്നുള്ളതാണ്. ഹൈന്ദവ ആചാരപ്രകാരം തുളസി ഒരു പുണ്യ സസ്യമാണ്. ഇതിന് ആയുർവേദ വിധി പ്രകാരം ധാരാളം ഔഷധങ്ങൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ഗ്രഹത്തിലെ മുറ്റത്തായിട്ടോ മറ്റോ ഒരു തുളസി ചെടി നടുന്നത് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുകയും അവിടുത്തെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തുളസി ചെടി നടുന്നത് വഴി ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് ആരോഗ്യം ലഭിക്കുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇനി ഏഴാമത്തെ കാര്യം നോക്കാം. ഒരു ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ വല്ലപ്പോഴുമൊക്കെ വിളക്ക് തെളിച്ച് വയ്ക്കുക. എപ്പോഴും ഒരു വിളക്ക് ശുദ്ധമായിട്ടുള്ള എണ്ണ കൊണ്ട് വിളക്ക് തെളിച്ച് വയ്ക്കുക വഴി അവിടം ചൈതന്യവത്താവുകയും ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് അതുവഴി ആരോഗ്യം ലഭിക്കുകയും ചെയ്യും. ഇനി എട്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പരിശോധിക്കാം. ഗണപതി ഭഗവാനെ പൂജിക്കുക എന്നുള്ളതാണ്. ഗണപതി ഭഗവാൻ ജ്ഞാനത്തിന്റെയും സമൃദ്ധിയുടെയും പുതിയ തുടക്കങ്ങളുടെയും ഒക്കെ ദേവതയാണ്. ഗണപതി ഭഗവാനാണ് തടസ്സങ്ങളൊക്കെ നീക്കി ശുഭകരമായിട്ടുള്ള കാര്യസാധ്യം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക വഴി ആരോഗ്യവും ക്ഷേമവും ഒക്കെ ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് കൂടുതലായി ലഭിക്കും. 8 വാസ്തുനുറുങ്ങുകളാണ് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യേണ്ടതായിട്ട് ഇപ്പോൾ പ്രതിപാദിച്ചത്. ഇത് പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ ഗ്രഹത്തിൽ നല്ല യോജിപ്പും അനുകൂല ഊർജവും വർദ്ധിക്കുന്നതാണ്. അതുവഴി ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് ഊർജം കൂടുതലായി ലഭിക്കുന്നതും ആ ഗ്രഹത്തിന് നല്ല സന്തുലിതാവസ്ഥ ലഭിക്കുന്നതുമാണ്. അതുവഴിയൊക്കെ ആ ഗ്രഹത്തിലെ എല്ലാ അന്തേവാസികളുടെയും ആരോഗ്യം പൂർണ്ണമായിട്ട് മെച്ചപ്പെടുത്താൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനകരമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചുവടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. നമുക്ക് ഏവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ ലഭിക്കുന്നതിന് വാസ്തുശാസ്ത്രം അനുകൂല ഘടകമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഉയർച്ചയിലേക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മുടെ ഭാരതീയമായിട്ടുള്ള ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ വാസ്തുശാസ്ത്രത്തിൽ ചില നുറുങ്ങുകൾ അവർ കൽപ്പിച്ചിരുന്നു. അത്തരത്തിൽ വാസ്തുശാസ്ത്രപരമായിട്ട് ഒരു ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് ഏവർക്കും സാമ്പത്തികമായി ഉയർച്ച നേടുന്നതിന് ചില പ്രത്യേക പൊടിക്കൈകൾ അവർ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള 9
വാസ്തു നുറുങ്ങുകളെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വാസ്തുശാസ്ത്ര പ്രകാരം ഈ 9 കാര്യങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ധനപരമായിട്ട് ഉയർച്ച നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 9 വാസ്തു നുറുങ്ങുകളെ ഒന്ന് പാലിക്കുക. നമുക്ക് ഓരോരോ വാസ്തു നുറുങ്ങുകളായിട്ട് കിടക്കാം. ഒന്നാമത് പറയുന്നത് നിങ്ങളുടെ വീട് എപ്പോഴും വൃത്തിയായും ശുദ്ധിയായും വെക്കുക എന്നുള്ളതാണ്. അതിന് നിരവധി നെഗറ്റീവ് എനർജിയെ മാറ്റുന്നതിന് വേണ്ട കാര്യങ്ങൾ മുമ്പ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കല്ലുപ്പ്, മഞ്ഞൾ എന്നീ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വീട് ശുദ്ധവും വൃത്തിയായിട്ടും സൂക്ഷിക്കാൻ സാധിക്കും. അലങ്കോലമായിട്ടുള്ള ഒരു വീട് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ്. അതിനെയൊക്കെ പ്രതിരോധിക്കാൻ മറ്റു കൂടുതലായിട്ടുള്ള നല്ല മാർഗങ്ങൾ സ്വീകരിക്കുക. ഇത്തരം നെഗറ്റീവ് എനർജി കൂടുതലായി ആ ഒരു ഗ്രഹത്തിലുണ്ടെങ്കിൽ അത് പണത്തിന്റെ ഒഴുക്കിനെ തടയും. രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പ്രധാന വാതിൽ നല്ല രീതിയിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാൻ സാധിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അടഞ്ഞതോ കേടായതോ ആയ മുൻവാതിൽ, പ്രധാന വാതിൽ ആ ഗ്രഹത്തിലേക്ക് സമ്പത്ത് പ്രവേശിക്കുന്നത് തടയുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. മൂന്നാമത്തെ കാര്യം നോക്കാം. ഗ്രഹത്തിനനുസരിച്ച് അനുകൂലമായിട്ടുള്ള ഊർജം പ്രസരിപ്പിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കുക. മണി പ്ലാന്റ് തുടങ്ങിയ അനുകൂല ഊർജം പ്രദാനം ചെയ്യുന്ന ചെറിയ ചെടികൾ വീടിനകത്ത് വയ്ക്കാൻ പറ്റുന്നവ വളരെ വൃത്തിയോടുകൂടി ഭംഗിയായിട്ട് സൂക്ഷിക്കുക, വളർത്തുക. അങ്ങനെ ചെടികൾ നടുന്നതിലൂടെ സമൃദ്ധിയും സമ്പത്തും ഒക്കെ ആ ഗ്രഹത്തിലേക്ക് എത്തിച്ചേരും. ഇനി നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രധാന വാതിലിന്റെ വെളിയിലോ അകത്തോ കണ്ണാടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. കണ്ണാടികൾ വീട്ടിൽ നിന്ന് സമ്പത്തിനെ പ്രതിഫലിക്കും, പുറത്തേക്ക് കളയും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാന വാതിലുമായിട്ട് ബന്ധപ്പെട്ട അതിനോട് നേരെ വരുന്ന രീതിയിൽ കണ്ണാടികളൊന്നും അകത്തും പുറത്തും സ്ഥാപിക്കാതിരിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം നോക്കാം. തകർന്നതോ കേടായതോ ആയിട്ടുള്ള ഫർണിച്ചറുകൾ ഗ്രഹത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കേടായ ഫർണിച്ചറുകൾ ആ ഗ്രഹത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നതിന് കാരണമാകും. അതുമൂലം പണത്തിന്റെ ഒഴുക്കിനെ, പണത്തിന്റെ ലഭ്യതയെ കുറയുന്നതാണ്. ആറാമത് ശ്രദ്ധിക്കേണ്ട കാര്യം വീടിനകത്ത് നല്ല വെളിച്ചം ഉണ്ടാകുക എന്നുള്ളതാണ്. നല്ല വെളിച്ചം ലഭിക്കുന്ന ഒരു വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയും എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് വീട്ടിൽ അത് സമ്പത്തിനെ ആഗിരണം ചെയ്യും. ഇനി ഏഴാമത് ശ്രദ്ധിക്കേണ്ടത് ഗ്രഹത്തിനകത്ത് ദുഃഖകരമോ നിരാശാജനകവുമായിട്ടുള്ള ചിത്രങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ദുഃഖകരവും നിരാശാജനകവുമായിട്ടുള്ള ചിത്രങ്ങൾ നെഗറ്റീവ് എനർജിയെ വിളിച്ചു വരുത്തുന്നതാണ്. അതുമൂലം അവിടെ പണത്തിന്റെ ലഭ്യത കുറയുന്നതാണ്. ഇനി എട്ടാമത്തെ കാര്യം നോക്കാം. നിങ്ങളുടെ ഗ്രഹത്തിൽ എവിടെയെങ്കിലും ഒരു ഗണപതി ഭഗവാന്റെ ചിത്രമോ ചെറിയ പ്രതിമയോ സ്ഥാപിക്കുക. ഗണപതി ഭഗവാൻ ജ്ഞാനത്തിന്റെയും സമൃദ്ധിയുടെയും എല്ലാ തുടക്കങ്ങളുടെയും ദേവതയാണ്. ഹൈന്ദവ ആചാരപ്രകാരം ഗണപതി ഭഗവാൻ എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്ന ദേവതയാണ്. കൂടാതെ ഭഗവാനാണ് ഭാഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും നമുക്ക് ഭാഗ്യം ലഭിക്കുന്നതിന് സഹായകരമാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാനെ സ്മരിക്കുക. ഗണപതി ഭഗവാന്റെ ഒരു പ്രതിമയോ ഫോട്ടോയോ വീടിനകത്ത് വെക്കുക. ഇനി ഒമ്പതാമത്തെ കാര്യം കൂടി ഒന്ന് പ്രതിപാദിക്കാം. ഒമ്പതാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലക്ഷ്മി പ്രീതി വരുത്തുക എന്നുള്ളതാണ്. സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയാണ് ലക്ഷ്മി ഭഗവതി. ലക്ഷ്മി ഭഗവതിയോട് പ്രാർത്ഥിക്കുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദാനങ്ങളും ചെയ്യുക വഴി ലക്ഷ്മി പ്രീതി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുവഴി നമുക്ക് സമ്പത്തിനെ ആകർഷിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ലക്ഷ്മി ഭഗവതി സംപ്രീതയായി സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയെ നമുക്ക് നേടിത്തരും. ഈ വാസ്തു നുറുങ്ങുകൾ പാലിക്കുന്നതോടെ നിങ്ങളുടെ ഗ്രഹത്തിൽ അനുകൂല ഊർജം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഗ്രഹത്തിലെ അന്തേവാസികൾ തമ്മിൽ കൂടുതൽ യോജിപ്പും ഐക്യവും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. തികച്ചും സന്തുലിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആ ഗ്രഹത്തിൽ ഉണ്ടാകുന്നതാണ്. അതുവഴി സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെടൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. ഒരു ഗ്രഹത്തിൽ ഐശ്വര്യമുണ്ടാകാനും അതുവഴി ധനവർദ്ധനവിനുമൊക്കെ സഹായിക്കുന്ന നിരവധി കാര്യങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ചില കാര്യങ്ങൾ അടുക്കളയുമായി ബന്ധപ്പെട്ടും പറഞ്ഞിട്ടുണ്ട്. അടുക്കളയിൽ വിപരീത ഊർജത്തെ പ്രദാനം ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അനുകൂല ഊർജത്തെ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ദുർച്ചെലവുകളൊക്കെ ഒഴിവാക്കാനും അതുവഴി ഐശ്വര്യത്തിലേക്ക്
ആ കുടുംബത്തെ കൊണ്ടുപോകാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിൽ അടുക്കളയുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കേണ്ട 5 കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് പോകാം. വിപരീത ഊർജം നൽകുന്ന ചില കാര്യങ്ങൾ അടുക്കളയിൽ സൂക്ഷിച്ചാൽ അത് ആ ഗ്രഹത്തിൽ ദാരിദ്ര്യത്തിന് കാരണമാകുമെന്ന് പഴമക്കാർ പറഞ്ഞിരുന്നു. ദാരിദ്ര്യത്തിന് കാരണമാകും എന്നുള്ളതിന്റെ അന്തരാർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് വിപരീത ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഒരു അടുക്കളയിൽ പാകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും വിപരീത ഊർജം ഉണ്ടാകും. ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഗുണപ്രദമാകുന്നതിനേക്കാൾ ഉപരി അത് ദോഷപ്രദമായി തീർന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവികർ പണ്ടുകാലത്ത് അമ്മമാരൊക്കെ കുളിച്ച് ശുദ്ധമായി പ്രാർത്ഥനയോടുകൂടിയാണ് അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നത്. അടുക്കളയിലേക്ക് പ്രവേശിച്ച് അവർ അഗ്നിയെ ജ്വലിപ്പിക്കുമ്പോഴും ഒക്കെ മന്ത്രം ചൊല്ലിക്കൊണ്ട് തന്നെ ജ്വലിപ്പിച്ചിരുന്നു. അതിനുശേഷം അഗ്നിയിലേക്ക് ഗണപതി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശർക്കര തുടങ്ങിയ നിവേദ്യങ്ങളൊക്കെ ഹോമിച്ചിരുന്നു. ഇത്തരം ആചാരങ്ങളെ കുറിച്ച് ഞാൻ നിരവധി വീഡിയോകൾ മുമ്പ് ചെയ്തിരുന്നു. മകരച്ചൊവ്വ തുടങ്ങിയ ആചാരങ്ങൾ അത്തരത്തിൽ അനുകൂല ഊർജത്തെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഭക്ഷണം തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഭക്ഷണത്തിൽ ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്കുള്ള ആരോഗ്യവും മരുന്നും എല്ലാം ഉണ്ടാകും. എന്നാൽ വിപരീത ഊർജം നൽകുന്ന സാധനങ്ങൾ അടുക്കളയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിപരീത ഊർജം നിറയുകയും ആ ഭക്ഷണത്തിലൂടെയും മറ്റും അന്തേവാസികളുടെ ആരോഗ്യം അത് പ്രതികൂലമായി ബാധിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും. അങ്ങനെ ആരോഗ്യം മോശമാകുമ്പോൾ അവിടെ പണത്തിന് ദുർച്ചലവ് ഉണ്ടാകുകയും അവിടെ ദാരിദ്ര്യം കളിയാടാൻ സാധ്യത ഉണ്ടാകുകയും ചെയ്യും. ഇതാണ് ലളിതമായിട്ടുള്ള വാക്കുകളിലൂടെ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അടുക്കളയിൽ നിന്ന് നാം നിർബന്ധമായും ഒഴിവാക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. അടുക്കളയിൽ ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പാടില്ലാത്തതാണ് ചൂല് എന്ന വസ്തു. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചൂല് പണ്ടുകാലത്ത് മറ്റു മുറികൾ വൃത്തിയാക്കാൻ ഉപയോഗിച്ചിരുന്നില്ല. ചൂൽ അടുക്കളയ്ക്ക് പുറമെ വെളിയിൽ എവിടെയെങ്കിലും സൂക്ഷിക്കുകയാണ് പതിവ്. അടുക്കളയ്ക്ക് ഉപയോഗിക്കുന്ന ചൂലും മറ്റു മുറികളിൽ ഉപയോഗിക്കുന്ന ചൂലും രണ്ടും വ്യത്യസ്തങ്ങളായി ഉപയോഗിച്ചിരുന്നു. കൂടാതെ അടുക്കള വൃത്തിയാക്കിയതിനു ശേഷം പഴയ കാലത്ത് അമ്മമാർ ഉപ്പും മഞ്ഞളും വെള്ളത്തിൽ ചേർത്ത് ചാലിച്ച് ആ മുറിയിൽ തളിച്ച് ആ മുറി ശുദ്ധമാക്കിയിരുന്നു. അതായത് ഒന്നാമത് നാം അടുക്കളയിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ചൂല് തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. മരുന്നുകൾ, കാലിയായ കുപ്പികൾ, കാലിയായ പാത്രങ്ങൾ, ഉപയോഗശൂന്യമല്ലാത്ത വസ്തുക്കൾ ഇവയൊക്കെ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ളതും അല്ലാതുള്ളതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഷെൽഫുകളിലും അടുക്കളയിലുള്ള അലമാരകളിലും മറ്റും കുത്തി നിറച്ചു വയ്ക്കാൻ പാടില്ല എന്നും പഴമക്കാർ പറഞ്ഞിരുന്നു. ഇതെല്ലാം അടുക്കളയിൽ വിപരീത ഊർജം അഥവാ നെഗറ്റീവ് എനർജി നിറയുന്നതിന് കാരണമാകും. ഇനി മൂന്നാമത്തെ കാര്യം നോക്കാം. അരികുകൾ, പൊട്ടിയതോ കേടായതോ ആയിട്ടുള്ള പാത്രങ്ങളും ഉപകരണങ്ങളും അടുക്കളയിൽ വെക്കാൻ പാടില്ല. കൂടാതെ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളും അടുക്കളയിൽ നിന്ന് ഉടൻ തന്നെ മാറ്റേണ്ടതാണ്. ഇത്തരത്തിലുള്ള വസ്തുക്കളും പാത്രങ്ങളും ഉണ്ടെങ്കിൽ അത് കാലതാമസമില്ലാതെ തന്നെ മാറ്റേണ്ടതാണ്. ഇനി നാലാമത് കടും നിറത്തിലുള്ള വസ്തുക്കൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കടും നിറത്തിലുള്ള പെട്ടെന്ന് കണ്ണിലേക്ക് ദൃഷ്ടി പായുന്ന തരത്തിലുള്ള കടും നിറത്തിലുള്ള എന്ത് തന്നെ സാധനമായാലും അത് അടുക്കളയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് പ്രതികൂല ഊർജത്തെ നൽകുന്നതിന് കാരണമാകുമെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള കടും നിറത്തിലുള്ള ചിത്രങ്ങൾ, പാത്രങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കുക. കൂടാതെ ഭിത്തികളിലും കടും നിറം ഒഴിവാക്കുക. ഇനി നമുക്ക് അഞ്ചാമത്തെ കാര്യം നോക്കാം. അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കത്തി, കത്രിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അലക്ഷ്യമായി അടുക്കളയിൽ വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവയൊക്കെ ഷെൽഫിലും മറ്റും ഉപയോഗിച്ചതിന് ശേഷം ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുക. അത് അലക്ഷ്യമായിട്ട് വീടിനുള്ളിൽ അടുക്കളയിൽ വെക്കുന്ന പക്ഷം അത് വിപരീത ഊർജത്തെ നൽകുമെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ പഴമക്കാർ അങ്ങനെ പറഞ്ഞിരുന്നത് അത് അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടായിരിക്കാം. എന്നിരുന്നാലും അതൊക്കെ വിപരീത ഊർജം ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വിപരീതമായി സംഭവിക്കാൻ സാധ്യതയുള്ളതൊക്കെ വിപരീത ഊർജത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാം. കൂടാതെ അടുക്കളയിൽ അനുകൂല ഊർജം നിറയ്ക്കാൻ നാം ഓർത്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കൂടി ഒന്ന് ചർച്ച ചെയ്യാം. അടുക്കളയിൽ
കല്ലുപ്പ് നിറച്ചു വയ്ക്കുന്നത് അനുകൂല ഊർജത്തെ നൽകും. അടുക്കളയിൽ കല്ലുപ്പും ഉപ്പും ഒക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത് ഒരിക്കലും ഇരുമ്പ്, സ്റ്റീൽ തുടങ്ങിയ പാത്രങ്ങളിലാകരുത്. മൺപാത്രങ്ങളിലോ ഗ്ലാസ് പാത്രങ്ങളിലോ ആണെങ്കിൽ അത് ഉത്തമമാണ്. കൂടാതെ അടുക്കളയിൽ മഞ്ഞൾ, അരി, കല്ലുപ്പ് എന്നീ സാധനങ്ങൾ തീർന്നു പോകാൻ പാടില്ല. അത് തീരുന്നതിന് മുമ്പ് തന്നെ അടുത്തത് വാങ്ങി സൂക്ഷിക്കുക എന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. ഒരു ഭവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അടുക്കള. അടുക്കളയിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രതികൂല ഊർജവും ആ ഗ്രഹത്തിലെ അന്തേവാസികളെ സാരമായി ബാധിച്ചേക്കാം. അതുതന്നെയാണ് വാസ്തുശാസ്ത്രം ഇത്തരത്തിലുള്ള ചില പൊടിക്കൈകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീടിന്റെ മറ്റ് മുറികളിലേക്കാൾ പ്രാധാന്യം വാസ്തുശാസ്ത്രത്തിൽ അടുക്കളയ്ക്ക് നൽകിയിരുന്നു. എപ്പോഴും സജീവമായിട്ടുള്ള ഒരു അടുക്കളയിൽ അടുക്കും വൃത്തിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അടുക്കും ചിട്ടിയോടും കൂടി ഈശ്വര വിശ്വാസത്തോടുകൂടി പാചകം ചെയ്തുകൊണ്ടുമൊക്കെ ഒരു അടുക്കള നമുക്ക് വളരെയധികം അനുകൂല ഊർജപ്രദമാക്കാം. അത്തരത്തിൽ ഈശ്വരവിശ്വാസത്തോടുകൂടി പാചകം ആരംഭിച്ചുകൊണ്ട് അടുക്കളയിൽ പൂർണ്ണ അനുകൂല ഊർജത്തെ നിറച്ചുകൊണ്ട് അവിടെ പാകം ചെയ്യുന്ന ഭക്ഷണത്തെ വളരെ ഗംഭീരമായി ആ അന്തേവാസികൾക്ക് ഭുജിക്കാവുന്നതാണ്. അതുവഴി ആ അന്തേവാസികൾക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കുകയും രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യുന്നതിന് സാധിക്കുകയും ചെയ്യും. അതുവഴി അവരുടെ സാമ്പത്തിക നില സുരക്ഷിതമായി തുടരുകയും ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് ഐശ്വര്യത്തിലേക്ക് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതുമാണ്. അതാണ് ഇത്തരത്തിലുള്ള വാസ്തു നുറുങ്ങുകളിലൂടെ നമ്മുടെ വാസ്തുശാസ്ത്രം നിഷ്കർഷിച്ചിരിക്കുന്നത്. ഒരു വീടിന് ദൃഷ്ടിദോഷം ബാധിച്ചാൽ എന്തെല്ലാം പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പരിശോധിക്കാം. ഇന്ന് എല്ലാവരും പുതിയ പുതിയ വീടുകളൊക്കെ വെക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം വീട് മോടി പുതുക്കി കാലത്തിനൊത്ത രീതിയിൽ പരിഷ്കരിക്കുകയാണ്. അങ്ങനെ ആഡംബരം കാണിക്കുമ്പോഴും അയൽക്കാരും ക്ഷണിക്കപ്പെട്ട് എത്തുന്ന അതിഥികളും ഒക്കെ മനസ്സിലോ പുറമെയോ ഒക്കെ പറയുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളെ ആ വീടിന് ദൃഷ്ടിദോഷമായിട്ട് പരിഗണിക്കണം. അത് ആ വീട്ടിലുള്ളവർക്ക് നെഗറ്റീവ് എനർജിയെ ഉണ്ടാക്കിയേക്കാം. പലപ്പോഴും ഒരു ഗൃഹപ്രവേശത്തിനൊക്കെ പോകുമ്പോൾ കാണാൻ വരുന്ന പലരും നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും അധികം ആഡംബരം കാണിക്കുന്നത്? വീട്ടുകാരുടെ സാഹചര്യത്തെയും വീടിന്റെ രൂപഭംഗിയെയും ഒക്കെ അവർ താരതമ്യം ചെയ്ത് നെഗറ്റീവ് വചനങ്ങൾ പറയാറുണ്ട്. ഇതെല്ലാം ആ വീട്ടിലെ അന്തേവാസികൾക്ക് ദോഷകരമായി ബാധിക്കാം. ഒരു വീടിനെ ഇപ്രകാരം നെഗറ്റീവ് എനർജി ബാധിക്കാം. പലപ്പോഴും പുതിയ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിക്കുമ്പോഴും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അത് പെടുന്ന പക്ഷം അതൊക്കെ അവരുടെ ചിന്തയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകളും കൂടി ആ ഗ്രഹത്തിനെ അതൊക്കെ ദൃഷ്ടിദോഷമായിട്ട് ബാധിക്കാം. അങ്ങനെ ബാധിക്കുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് അന്തേവാസികൾക്ക് അത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം അന്തേവാസികൾക്ക് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാക്കിയേക്കാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹത്തിൽ ദൃഷ്ടിദോഷം ബാധിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചെയ്യേണ്ട ഉപായങ്ങളെയാണ് നമുക്ക് ഇന്ന് പരിശോധിക്കേണ്ടത്. എല്ലാവരും പൊതുവായിട്ട് ചെയ്യുന്നത് വീടിന് മുകളിലായിട്ട് ഒരു കള്ളിപ്പാല ചെടി നടുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ വീടിന്റെ ദൃഷ്ടിദോഷത്തെ ഒട്ടൊക്കെ ഒന്ന് പരിഹരിക്കാൻ സഹായിക്കും. കൂടാതെ ചുണ്ണാമ്പ് കൊണ്ട് ഗുണനചിഹ്നം വരയ്ക്കുന്ന ഒരു രീതി പണ്ട് കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് വളരെയേറെ ഭാഷണോടുകൂടി ഗൃഹം നിർമ്മിക്കുമ്പോൾ ചുണ്ണാമ്പ് വെച്ചിട്ട് ഗുണനചിഹ്നം വരയ്ക്കുന്നതും മറ്റും അഭംഗിയാകുന്നത് കൊണ്ട് തന്നെ മറ്റ് മാർഗങ്ങൾ തേടേണ്ടിയിരിക്കുന്നു. വ്യാളി രൂപം പോലെയുള്ള രൂപങ്ങളൊക്കെ ഇന്ന് വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ ഗൃഹത്തിന് മുമ്പിൽ തൂക്കിയിടുന്നതും ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സഹായിക്കും. ദൃഷ്ടിദോഷം ഒരു ഗ്രഹത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രയോജനകരമായിട്ട് ചെയ്യാവുന്ന ഒരു ഉപായം അശോക ചെടിയുടെ ഇല മാല കോർത്തുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ ആ ഗൃഹത്തിൽ എവിടെയെങ്കിലും അത് ചാർത്തുക എന്നുള്ളതാണ്. വീടിന്റെ പ്രധാന വാതിലിന്റെ മുകൾ ഭാഗത്തായിട്ട് ചാർത്തുന്നതാണ് ഏറ്റവും ഉചിതം. വീട്ടിലേക്ക് ദൃഷ്ടി ബാധിക്കാതിരിക്കാനായിട്ട് ഗൃഹത്തിന്റെ പ്രധാന വാതിലിന്റെ മുകളിലായിട്ട് ഒരു മയിൽപ്പീലി വെക്കുന്നതും പഴയകാലത്തെ ഒരു ആചാരമാണ്. വീടിനകത്ത് ഗംഗാജലം തളിച്ച് ശുദ്ധമാക്കുന്നതും ദൃഷ്ടിദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്നും മറ്റും പുണ്യാഹം വാങ്ങി തളിച്ച് ശുദ്ധമാക്കുന്നതും ദൃഷ്ടിദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. നാരങ്ങയും പച്ചമുളകും കരിക്കട്ടയും ചേർത്ത് കോർത്തെടുക്കുന്ന മാല പ്രധാന ഗ്രഹത്തിന്റെ വാതിലിന് മുകളിലായിട്ട് തൂക്കിയിടുന്നതും ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സഹായിക്കും. കൂടാതെ പണ്ടുകാലത്ത് നമ്മുടെ പൂർവികർ ചെയ്തിരുന്നത് ആലിലയും മാവിലയും ഒക്കെ മാലയായിട്ട് പ്രധാന വാതിലിന് മുകളിൽ ചാർത്തുന്നതും ദൃഷ്ടിദോഷത്തിന് പരിഹാരമാണ്.
കുതിരലാടം വാങ്ങി അത് ഗൃഹത്തിൽ സൂക്ഷിക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. കുതിരലാടം ഏറ്റവും ഉറപ്പുള്ള കാഠിന്യമായിട്ടുള്ള ഒരു വസ്തുവായിട്ടാണ് കരുതപ്പെടുന്നത്. അത് എള്ളെണ്ണയിൽ മുക്കി നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് ദൃഷ്ടിദോഷങ്ങളെ ഇല്ലാതാക്കും എന്നാണ് വിശ്വാസം. വടക്കേ ഇന്ത്യയിലൊക്കെ അത് കടുകെണ്ണയിൽ മുക്കിയാണ് ഉപയോഗിച്ചിരുന്നത്. വെള്ളിയാഴ്ച അങ്ങനെ ഈ കുതിരലാടം എള്ളെണ്ണയിലോ കടുകെണ്ണയിലോ എടുത്ത് ഗൃഹത്തിൽ സൂക്ഷിച്ചതിന് ശേഷം ശനിയാഴ്ച കാലത്ത് അതെടുത്ത് വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് തുടച്ചെടുക്കുക. എന്നിട്ട് അതിനു മുമ്പിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ച് ശനി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ചില സ്ഥലങ്ങളിലെ ആചാരമാണ്. ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അവർ ചെയ്യുന്ന ഉപായമാണ്. 108 തവണ ശനി മന്ത്രം ജപിക്കുന്നതും ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതും ഒക്കെ വളരെ വിശേഷമാണ്. കുതിരലാടം ശനിയാഴ്ച വിളക്കിന് മുന്നിൽ വെച്ചുകൊണ്ട് ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചതിന് ശേഷം പിന്നീട് ആ കുതിരലാടം എടുത്ത് വീടിന് വെളിയിൽ മുൻവശത്തോ മറ്റോ ഒരു ചരടിൽ കോർത്ത് തൂക്കിയിടുന്നതും ചില സ്ഥലങ്ങളിലൊക്കെ ആചാരമാണ്. ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷ നേടാൻ ഉപകരിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. കൂടാതെ ഗണപതി ഭഗവാന്റെ ചിത്രങ്ങളും മറ്റും സ്ഥാപിക്കുന്നതും സ്വസ്തിക ചിഹ്നം സ്ഥാപിക്കുന്നതും ഒക്കെ ദൃഷ്ടിദോഷത്തെ ഇല്ലാതാക്കി ആ ഗൃഹത്തിൽ ഐശ്വര്യം ലഭിക്കുന്നതിന് സഹായിക്കും. ദൃഷ്ടിദോഷത്തിൽ നിന്ന് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള മാർഗങ്ങളിലൂടെ ലളിതമായിട്ട് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. വൃക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്ക് വീട് പണി നടത്തുമ്പോൾ അതിൽ തടി ഉപയോഗിക്കാറുണ്ട്. വീട് പണിക്ക് ശേഷവും തടി കൊണ്ടുള്ള പല സാധന സാമഗ്രികളും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്. പലരും ലാഭം നോക്കി വില കുറഞ്ഞ തടികൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അനർത്ഥങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് കാരണമാകുന്നുണ്ട്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് ഈ മേഖലയിൽ വളരെ തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വസ്തമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വിശ്വസ്തമായിട്ടുള്ള തടികൾ സ്വീകരിച്ചു വേണം ഗൃഹം പണിയാനായിട്ട്. അതിനുശേഷവും ഫർണിച്ചർ പോലെയുള്ള കാര്യങ്ങൾ വാങ്ങുമ്പോഴും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. വാസ്തുശാസ്ത്രത്തിൽ ചില വൃക്ഷങ്ങൾ, ചില തടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള തടികൾ ഉപയോഗിക്കുന്നതിലൂടെ അപകടങ്ങൾ പതിയിരിക്കുകയാണ്. അത് നിങ്ങളുടെ കുടുംബത്തെ തന്നെ വളരെയധികം ദുരിതത്തിൽ ആഴ്ത്തിയേക്കാം. വളരെ അനുഭവങ്ങൾ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യുന്നത്. നമുക്ക് ആ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. വൃക്ഷം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ നിബന്ധനകൾ വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചില വൃക്ഷങ്ങൾക്ക് പ്രതികൂല ഊർജം സ്വതവേ ഉള്ളതാണ്. അനുകൂല ഊർജം നൽകുന്ന വൃക്ഷങ്ങൾ തിരഞ്ഞെടുത്തില്ല എങ്കിൽ ആ ഗൃഹത്തിൽ താമസിക്കുന്നവർക്ക് അത് പ്രതികൂല അനുഭവത്തെ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവികർ ഇന്ന വൃക്ഷങ്ങൾ പാടില്ല, ഇന്ന വൃക്ഷങ്ങളെ ഉത്തമം എന്നൊക്കെ നമുക്ക് അറിവ് നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് കട്ടിളയും മറ്റും പെയിന്റ് അടിച്ച് വളരെ വില കുറഞ്ഞ രീതിയിൽ കുറഞ്ഞ തടി കൊണ്ട് കൊടുക്കുമ്പോൾ സാധാരണക്കാർ അതിൽ വീണു പോകാറുണ്ട്. വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ കച്ചവടം നടത്തുന്നവർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇപ്രകാരം വില കുറഞ്ഞ തടികൾ എങ്ങനെ അവർക്ക് നൽകാൻ സാധിക്കുന്നു? ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. തടിയിലും കാര്യമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കാതിരിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ലാഭം പിടിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. സ്വന്തമായി വീട് വെക്കുമ്പോൾ പരമാവധി എല്ലാവരും അത് മനോഹരമാക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ചിലർ അതിൽ സാമ്പത്തിക ലാഭവും ഒക്കെ നോക്കി വളരെയധികം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. എന്നാൽ അത് ചിലപ്പോൾ അബദ്ധത്തിലേക്കും പോകാറുണ്ട്. ചില വൃക്ഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളും വീടിന്റെ ജനലുകളും കതകുകളും ഒക്കെ ആ വീട്ടിൽ നെഗറ്റീവ് ഊർജത്തെ നൽകാറുണ്ട്. അത് ആ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ ആരോഗ്യത്തെയും ജീവിതത്തിനെയും മാറ്റിമറിക്കാറുണ്ട്. വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും ഒക്കെ നിറയുന്നതിനാണ് പൂർവികർ ചില വൃക്ഷങ്ങൾ ഒഴിവാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം അറിയാതെ സ്വീകരിക്കുമ്പോൾ വീട്ടിൽ അനർത്ഥങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലാഭം നോക്കി ഗുണത്തെക്കാൾ ഏറെ ദോഷം വരുത്തി വയ്ക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രധാനമാണ് മരങ്ങൾ കൊണ്ടുള്ള സാധന സാമഗ്രികൾ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വളരെ വില കുറഞ്ഞ് നമുക്ക് സാധാരണക്കാർക്ക് പ്രതീക്ഷിക്കുന്നതിലും വളരെ താഴ്ന്ന വിലയിൽ കട്ടിളയും മറ്റു ഉരുപ്പടികളും ഫർണിച്ചറുകളും ഒക്കെ ചില കച്ചവടക്കാർ നൽകുന്നുണ്ട്. അതിന്റെ രഹസ്യങ്ങൾ വാങ്ങുന്നവർ ഒരുപക്ഷെ അറിയുന്നില്ല എന്നുള്ളതാണ്.
ഇത് ശ്മശാനത്തിലും മറ്റും നിൽക്കുന്ന മരങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നവയാണ്. അതുകൊണ്ടാണ് ഇത്രയും വില കുറഞ്ഞു കൊടുക്കുന്നത്. അതിലുപരിയായിട്ട് ശവസംസ്കാരത്തിനും മറ്റും ഉപയോഗിക്കുന്ന ചില വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. ആ വൃക്ഷങ്ങൾക്ക് വളരെ വില കുറവാണ്. ആ വൃക്ഷങ്ങൾ കൊണ്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ ഉരുപ്പടികളാക്കി വിൽപ്പന നടത്താറുണ്ട്. അങ്ങനെയുള്ള വൃക്ഷങ്ങൾ കൊണ്ട് വാങ്ങുന്ന കാര്യങ്ങൾ അവിടെ നെഗറ്റീവ് ഊർജത്തെ പ്രദാനം ചെയ്യും. വീട്ടിലെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം അതില്ലാതാക്കുന്നതാണ്. രണ്ടാമത്, പാലുള്ള ചില വൃക്ഷങ്ങളുണ്ട്. സമ്പൂർണമായിട്ട് നെഗറ്റീവ് ഊർജത്തെ പുറപ്പെടുവിക്കുന്ന ചില വൃക്ഷങ്ങളുണ്ട്. തടിയിലും ഇലയിലും ഒക്കെ പാലുള്ള വൃക്ഷങ്ങളെ ഒഴിവാക്കാനാണ് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള തടി ഉപയോഗിച്ച് ജനലുകളും കട്ടളകളും മറ്റു വീട്ടുപകരണങ്ങളും ഒന്നും നിർമ്മിക്കുന്നത് ഉചിതമല്ല. ഇത് നെഗറ്റീവ് ഊർജത്തെ ആഗിരണം ചെയ്യുകയും ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും അതിലപ്പുറം പ്രശ്നങ്ങളും സൃഷ്ടിക്കും. കൂടാതെ ബലഹീനമായിട്ടുള്ള മരങ്ങൾ, കേടുപാടുകളുള്ള മരങ്ങൾ ഒക്കെ വെച്ചിട്ട് ഇത്തരത്തിൽ വില കുറച്ച് ഫർണിച്ചറും മറ്റും നൽകുന്നുണ്ട്. മൂന്നാമത്, കേടുപാടുകളുള്ള വൃക്ഷങ്ങൾ ഉപയോഗിച്ചുള്ള നിർമ്മാണമാണ്. ആ നിർമ്മാണവും ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. ചുരുക്കി പറഞ്ഞാൽ, ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ള വൃക്ഷങ്ങൾ, ശ്മശാനത്തിലും മറ്റ് അശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളിലും നിന്നിട്ടുള്ള വൃക്ഷങ്ങൾ, പാലുള്ള വൃക്ഷങ്ങൾ, കേടുപാടുകളുള്ള വൃക്ഷങ്ങൾ എന്നിവയൊക്കെ ആ ഗൃഹത്തിലെ അന്തേവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബത്തിൽ ഛിദ്രത്തിനും അനൈക്യത്തിനും സന്തോഷത്തിന് കുറവിനും ഐശ്വര്യക്കുറവിനും ഒക്കെ കാരണമായേക്കാം. അങ്ങനെയുള്ള വൃക്ഷങ്ങൾ കൊണ്ട് ഉരുപ്പടികളും മറ്റും പണിഞ്ഞ് വളരെ വില കുറഞ്ഞ് വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. അത്തരം അവരുടെ കച്ചവട തന്ത്രങ്ങളിൽ വീണു പോകാതിരിക്കുക. അത് നിങ്ങളുടെ ആരോഗ്യത്തെയും കുടുംബത്തിലെ ഐക്യത്തെയും ഐശ്വര്യത്തെയും ഒക്കെ ബാധിക്കുന്നതാണ്. മുമ്പിൽ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. നിങ്ങളുടെ അറിവില്ലായ്മയെ അത്തരക്കാർ ചൂഷണം ചെയ്യുകയാണ്. നിങ്ങൾക്ക് പ്രയോജനകരമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത് മുള എവിടെയാണ് പ്രധാനമായിട്ടും നടേണ്ടത്, മുള കൊണ്ടുള്ള പ്രാധാന്യങ്ങൾ, മുള എന്താണ്, എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കുടുംബത്തിന്റെ, ഗൃഹത്തിന്റെ, വ്യക്തിയുടെയൊക്കെ സാമ്പത്തിക അഭിവൃദ്ധിയെ വേഗത്തിലാക്കാൻ മുള നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത് വിധമാണ് എന്നത് പറയുന്നത്. ഈശാനൻ അഥവാ പരമശിവൻ വസിക്കുന്ന സ്ഥലമാണ് വടക്ക് കിഴക്ക് മൂല. ഈശാന കോൺ എന്നാണ് ആ സ്ഥലത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഈശ്വരന്റെ കോൺ എന്നാണ് അർത്ഥം. അതായത് വടക്ക് കിഴക്കേ മൂല. അതുകൊണ്ട് തന്നെ ഈശാന കോൺ എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ടാകും. എല്ലാ ഈശ്വരന്മാരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നാണ് വിശ്വാസം. ഈശാന കോൺ എന്നത് പഞ്ചഭൂതങ്ങളിൽ ജലത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കിണർ, കുളം, ജലസംഭരണികൾ തുടങ്ങിയവയ്ക്കൊക്കെ അനുകൂലമാണ്. ഈശാന കോണിൽ സ്ഥിതി ചെയ്യുന്ന കിണറ്റിലെ ജലം കുടിക്കുന്നത് ഗൃഹത്തിലെ അന്തേവാസികൾക്ക് ആരോഗ്യം നൽകുമെന്നാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ ഐശ്വര്യവും നൽകുമെന്നും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ മലിന വസ്തുക്കൾ ഈശാന കോണിൽ പാടില്ല. കിഴക്ക് വശം സൂര്യന് ഉദിച്ചു വരുന്ന ദിക്കാണ്. വടക്ക് ദിക്ക് എന്നത് കുബേരന്റെ ദിക്കായിട്ടാണ് പറയുന്നത്. വടക്ക് കിഴക്കേ മൂലയ്ക്ക് കുബേരന്റെ സാന്നിധ്യം പറയുന്നുണ്ട്. കുബേരൻ എന്നത് ധനത്തിന്റെ അധിപനാണ്. ഒരു വീടിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗവും വടക്ക് കിഴക്കേ മൂലയായിരിക്കണം എന്നും പറയുന്നുണ്ട്. ഈ മൂലയിൽ പ്രവേശന കവാടം ഉണ്ടാകുന്നതും നല്ല ഫലത്തെ നൽകുമെന്നാണ് വിശ്വാസം. അത് സ്വന്തം ഗ്രഹത്തിലേക്കുള്ള ഐശ്വര്യത്തെയും പോസിറ്റീവ് എനർജിയെയും ഒക്കെ വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. നക്ഷത്ര വൃക്ഷങ്ങളിൽ പുണർന്ന നക്ഷത്രക്കാരുടെ വൃക്ഷമാണ് മുള. മുള ഐശ്വര്യദായകമാണ്. മറ്റു വ്യക്തികളിലേക്ക് ദുഷിച്ച ദൃഷ്ടികളെ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നാണ് മുള നടുന്നതിന്റെ ഒരു പ്രധാനം പറയുന്നത്. അതായത് മുള നെഗറ്റീവ് എനർജിയെ പ്രതിരോധിക്കുമെന്ന് വിശ്വാസമുണ്ട്. അത്തരത്തിൽ നെഗറ്റീവ് എനർജിയെ പ്രതിരോധിക്കാൻ ഗൃഹത്തിന്റെ ഏതു വശത്തും നമുക്ക് മുള സ്ഥാപിക്കാവുന്നതാണ്. എന്നാൽ ഒരു വീടിന്റെ അഥവാ ആ വീടിന്റെ പുരയിടത്തിന്റെ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് മുള സ്ഥാപിക്കുന്നത് ആ ഗൃഹത്തിലെ അന്തേവാസികളുടെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കാൻ സഹായകരമാണ്. നിങ്ങളുടെ വീട്ടിൽ വടക്ക് കിഴക്ക് മൂലഭാഗം നിങ്ങൾക്ക് ഇല്ലിമുള നടാൻ സാധിക്കുമെങ്കിൽ നടുക. അത് നിങ്ങൾക്ക് നിരവധിയായിട്ടുള്ള ഐശ്വര്യം നൽകുന്നതാണ്. ഈ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.